എൻ്റെ മനസ്സിലൊരു മാർക്കറ്റ് ഉണ്ട്. ലൊക്കേഷൻ മാനേജർ സലീം ലാലാണ്. അദ്ദേഹമാണ് ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് ഉണ്ട്, നീ പറഞ്ഞ സാധനം വെച്ചിട്ട് ഇത് നൈസാണെന്ന് പറഞ്ഞു. ബേബിക്ക് ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും ചെറിയൊരു മാഫിയ അടിക്കാറുണ്ട്. എൻ്റെ അടുത്ത് മിനിഞ്ഞാന്ന് ചോദിച്ചു, ബല്ലാർജാതിയിൽ ഒരു ഡാബ്സിയുടെ ലോക്കറ്റ് ഉണ്ട്, അതൊരു സ്റ്റാറാണ്. സോ ഒന്ന് രണ്ട് പേര് ചോദിച്ചു, ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ എംബ്ലം അല്ലേ എന്നെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിൽ പൊളിറ്റിക്സ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പം ഞാൻ 2 മാസം ഈ മ്യൂസിക് വീഡിയോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഇപ്പം എല്ലാവരും അത് കണ്ടിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുവാണെങ്കിലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാണെങ്കിലും 3 മിനിറ്റിനുള്ളിൽ പരിപാടി തീർന്നു അല്ലേ? 3 to 5 മിനിറ്റ്സിൽ ആ സാധനം തീർന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രോസസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റിൽ ചെന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ സെറ്റ് അല്ലെങ്കിൽ പോലും എനിക്ക് അവിടെ ചെന്നിരിക്കുന്നത് എല്ലാം കാണുന്നത് ഭയങ്കര എൻജോയ് ചെയ്യുന്നതാണ്. മറ്റേ ഉദയനാട് താരത്തിൻ്റെ ലാസ്റ്റിൽ മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഡയറക്റ്റഡ് ബൈ എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെയും വേണമെന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ എനിക്ക് ക്യാമറ ഭയങ്കര പേടിയായിരുന്നു. എനിക്കിങ്ങനെ ക്യാമറമാനൊക്കെ ഇങ്ങനെ തോക്കും പിടിച്ചിരിക്കുന്ന പോലെയൊക്കെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാമായിരുന്നു, ഉറക്കത്തിൽ ഇഷ്ടം പോലെ കാണാമായിരുന്നു. ലൂസിഡ് ഡ്രീമിംഗ് ഒക്കെ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം എവിടെയോ എങ്ങനെയോ എനിക്ക് എൻ്റെ റിയാലിറ്റിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന വർക്കുകളിൽ ഉള്ള സാധനങ്ങൾക്കെല്ലാം ഓരോ മീനിങ് ഉണ്ട്. സോ ഞാൻ ചെയ്യുന്ന വർക്കുകളിൽ ഞാൻ അത്രയും ആഴത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം മറന്നു. ഇതെൻ്റെ ഓരോ ചെറിയ കുസൃതികളാണ്. ഐ ജസ്റ്റ് ലവ് ഡൂയിങ് സ്റ്റഫ്. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പ്രണവ് ശശിധരനാണ്. പ്രണവിനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം കുറേ വർഷങ്ങളായിട്ട് നമ്മൾക്കിടയിലുണ്ട് പ്രണവ്. പുള്ളിയുടെ എന്താ പറയുന്നത്, ഒരുപാട് TV ഷോസിലൂടെയും അതേപോലെ ഇൻഡിപെൻഡൻറ്റ് വർക്കിലൂടെയൊക്കെ പ്രൂവ് ചെയ്തൊരു ആളാണ് പ്രണവ്. അപ്പോൾ വൺ ആൻഡ് ഓൺലി ടാലൻറ്റഡ് പ്രണവ് ശശിധരൻ. ഇപ്പോൾ പ്രണവിനെ പറ്റി ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് ഇതുപോലെ ഫേസ്ബുക്കിൽ പ്രണവിൻ്റെ പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യമാണ് കൊടുത്തിരിക്കുന്ന ബയോയിൽ ആൻ ആക്ടർ, ക്രിയേറ്റർ, ഡാൻസർ, ആർട്ടിസ്റ്റ് ആൻഡ് ഹ്യൂമൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ സ്ട്രൈക്ക് ചെയ്തേക്കുന്ന വാക്കാണ് ഹ്യൂമൻ എന്നുള്ളത്. അപ്പോൾ ഹ്യൂമൻ ബീങ് എന്ന് പറയുമ്പോഴത്തേന് ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അപ്പോൾ പ്രണവിൻ്റെ ആ ഒരു എൻ്റർ ജേണിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രണവ്, എന്തായാലും വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. നല്ല ബിൽഡപ്പാന്ന് പറഞ്ഞാൽ. ഓക്കെ, താങ്ക് യു. അപ്പം പ്രണവ്, ഒരു 3 days കൊണ്ട് ഒരു 2.4 മില്യൺ ഒരു എന്താ പറഞ്ഞൊരു വ്യൂവർഷിപ്പോടുകൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മ്യൂസിക് വീഡിയോ ബല്ലാത്ത ജാതി. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും കൂടെ സംസാരിക്കാനാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഹൗ ഹാപ്പി യു ആർ? ഒരു 3 days കൊണ്ട് ഇത്രയും വ്യൂവർഷിപ്പ്, ഇത്രയും ആളുകൾ കണ്ടു. വി ആർ സ്റ്റിൽ പ്രോസസ്സിങ്. നമ്മളിപ്പോഴും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിച്ചതിലും ഭയങ്കരമായിട്ട് ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് നമ്മൾ വി ആർ സോ ഡീപ്പ് ഇൻ ടു ദിസ് അല്ലേ, എഡിറ്റിങ്ങിനുള്ളിൽ ഉറക്കമൊന്നും ഇല്ലാതെ. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ദ ബെസ്റ്റ് ഔട്ട്പുട്ട് പുറത്തേക്ക് ഇടുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കാം ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇത് അപ്ലോഡ് ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ പിന്നെ ഫൈനലി നമ്മൾ ഇങ്ങനെ വി ആർ ജസ്റ്റ് സിറ്റിംഗ് ബാക്ക്. എന്നിട്ട് ഇതിങ്ങനെ പോകുന്ന സ്ഥലമല്ല, നമ്മളുപോലും അറിയാത്ത സ്ഥലത്തൊക്കെ ഇത് പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റോറിയിലൊക്കെ കാണുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊരു വീഡിയോസൊക്കെ അയച്ചു തരുമ്പോഴാണ് ഇത് ആക്ച്വലി എത്രത്തോളം ട്രാവൽ ചെയ്തു എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത്രയൊന്നും നമ്മൾ വി ന്യൂ ദാറ്റ് നമ്മൾ എന്തോ ഒരു നല്ലൊരു ഔട്ട്പുട്ടിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഇപ്പം കിട്ടുന്ന ഫീഡ്ബാക്കിൻ്റെ അത്രയും ഒന്നും നമ്മൾ മുൻകൂട്ടി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സോ ഇപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ടീം വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാ ദിവസവും എല്ലാവരും ഓരോ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരും. പിന്നെ ആൾ വിളിച്ചു, സ്റ്റൈലിങ്ങിനെ കുറിച്ച് ചോദിച്ചു, VFXനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ടീമിന് അത്രയും റെക്കഗ്നീഷൻ കിട്ടുന്ന അറിയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയാൻ പാടില്ല, ആക്ച്വലി ഈ ഒരു ബല്ലാത്ത ജാതിയുടെ ഡയറക്ടർ നമ്മുടെ പ്രണവാണ്. പക്ഷേ എനിക്കൊന്ന് കൂടുതൽ പേരും ചോദിക്കുന്നത് കൊറിയോഗ്രാഫിയുടെ പേരിലായിരിക്കും. എല്ലാവരും എനിക്കൊന്ന് മിസ്കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൊറിയോഗ്രാഫി ചെയ്തെന്നുള്ള പേരിലായിരിക്കും. ആക്ച്വലി ഡയറക്ടറാണ് അതിൻ്റേത്. അപ്പം ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിലേക്ക് ഒരു കൊറിയോഗ്രാഫി ചെയ്യാതിരുന്നത്, ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഒതുങ്ങിയത്? അപ്പോൾ അങ്ങനെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ എനിക്കിതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാമായിരുന്നു. ഞാൻ 3 വർഷം എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ VFXലും സൂപ്പർവിഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറിയോഗ്രാഫി ഒരു ഭാഗമാണ് അതിൻ്റെ. ബട്ട് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം അന്ന് എനിക്ക് ക്രൂ ഇല്ല, ബന്ധങ്ങളില്ല, കൂട്ടുകാരില്ല. ഞാൻ ഇൻഡസ്ട്രിക്ക് പുറത്തുനിന്ന് വരുന്ന ഒരാളാണ്. അപ്പം എല്ലാം സ്വന്തമായിട്ട് ചെയ്ത് ശീലിക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു സംഭവം എന്താ വെച്ചാൽ നമ്മളെല്ലാം പഠിക്കും. പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിനെയും ഒരുപാട് ആഴത്തിൽ അറിയാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളെ നമ്മുടെ വിഷൻ വെച്ചിട്ട് ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഫോർ ദ ലോങ്കസ്റ്റ് ഓഫ് ടൈം ഞാൻ അതുമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇപ്പോൾ എനിക്ക് നല്ലൊരു ടീമുണ്ട്. എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ കൂട്ടുകാരും അവരൊക്കെ അടിപൊളിയാണ്. എനിക്ക് അവരെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് അതിലും നല്ല ഇൻപുട്ട് എനിക്ക് തരാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ എനിക്ക് കുറച്ച് മസിൽ പിടുത്തം ലൂസാക്കിയിട്ട് എനിക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ആൻഡ് ഈവൻ കൊറിയോഗ്രഫി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ട്രിവാൻഡ്രം ബി ബോയ്സ് എന്ന് പറയുന്ന ക്രൂ ആണ് ഇതിൽ ഫീച്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വേണ്ട ഒരു കൊറിയോഗ്രഫി പാറ്റേൺ അവരുടെ ആണ് ശരിക്കും പറഞ്ഞത്. അവരെ കാണുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ പഴയ ആ ഒരു എൻ്റെ ക്രൂ, ഞാൻ കിങ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ കൂടെ പെർഫോം ചെയ്തിരുന്ന പണ്ട്. അപ്പോൾ എനിക്ക് അവരെയൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു അവരെ കണ്ടപ്പോൾ. എൻ്റെ ഹെഡ് ചെയ്ത അഭിഷേക് ആർബി ആയിരുന്നു. സോ ഞാൻ അഭിഷേകിനെ വിളിച്ചിട്ട് ആദ്യം പറയുന്നത് നല്ലൊരു അടിപൊളി പാട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ ആദ്യം തോന്നിയതോ ഇത് ഡാൻസ് കളിക്കാൻ പറ്റിയ സാധനമാണ്. സോ ഇവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ ഈ ടെംപ്ലേറ്റിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവും. സോ ആ ഒരു കൺട്രോൾ അവർക്ക് കൊടുക്കുമ്പോൾ ഐ ലൈക്ക് ടു ബി സർപ്രൈസ്ഡ് അല്ലേ. എല്ലാം ഞാൻ തന്നെ ചെയ്യുവാണെങ്കിൽ എല്ലാം ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി പോകും. ആൻഡ് എനിക്ക് വളരെ ഇഷ്ടം ഡയറക്ഷനും ആക്ടിങ്ങുമാണ്. ഞാൻ ബേസിക്കലി ആക്ടറാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്നിട്ട് അവരവരുടെ ജോലി അവരിത്രയും നന്നായിട്ട് ചെയ്ത് നമ്മളുടെ വിഷൻ എൻഹാൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതെല്ലാം സ്വന്തമായിട്ട് ചെയ്താൽ കിട്ടണമെന്നില്ല. സോ അതാണ് മെയിൻലി. സോ എല്ലാവരും ഇപ്പോഴും ആ 8 വർഷം മുമ്പത്തെ ഡാൻസർ പ്രണവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നലെയും കൂടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ബ്രോ നിങ്ങളുടെ ലാസ്റ്റ് വർക്കിലെ കൊറിയോഗ്രഫി അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സുഹൃത്തെ ഞാനല്ല കൊറിയോഗ്രഫി, ഞാൻ ഇതിൻ്റെ ഡയറക്ടറാണ്, കൊറിയോഗ്രാഫർ അഭിഷേകാണ്, ഞാൻ കോംപ്ലിമെന്റ് അറിയിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ജിന്നിൻ്റെ വിളക്കുണ്ട് ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ അപ്പോൾ ഹിഡനായിട്ട് എന്തൊക്കെയോ ഉണ്ട് പ്രണവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള മീനിങ് എന്തൊക്കെയാണ്? അത് ഞാൻ ഒരുപാട് അങ്ങോട്ട് ഡീകോഡ് ചെയ്യത്തില്ല. കാരണം പിന്നെ അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആർട്ടിന് മീനിങ് ഇല്ലാണ്ടായി പോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് മൈക്കിൽ വിളിച്ചു പറഞ്ഞാൽ മതില്ല ഞാൻ ഇതൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ആൻഡ് എനിക്ക് സിമ്പിൾസ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി. എനിക്ക് സബ് ടെക്സ്റ്റ് ഇഷ്ടമാണ്. കമേഴ്ഷ്യൽ ട്രാക്കുകളിൽ അത്രയും ഇൻ്റലിജൻസോ തോട്ടോ കൊടുക്കേണ്ടി വരാറില്ല പലപ്പോഴും. ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ് അല്ലേ. ചില ആർട്ട് വർക്ക് നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും, ചില ആർട്ട് വർക്ക് നമ്മൾ ഫീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫീലിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് കോഗ്നിറ്റീവ് സാധനങ്ങളിട്ട് നിറയ്ക്കുമ്പോൾ അത് കൺവേർട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന്, കാരണം കുഞ്ഞിലെ ഞാൻ ഭയങ്കര ഇൻവിസിബിൾ ആയിരുന്നു. ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് റെക്കഗ്നിഷൻ കിട്ടുമ്പോഴാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ആൾക്കാർക്കും തോന്നി തുടങ്ങിയത്, എനിക്കും തോന്നി തുടങ്ങിയത്. സോ അതുപോലെ തന്നെ എൻ്റെ ആർട്ട് വർക്കുകളിലും എൻ്റെ കവിതകളിലും അങ്ങനെ പെട്ടെന്ന് കണ്ടാൽ കിട്ടാത്ത പക്ഷെ പിന്നെയും പിന്നെയും കാണുമ്പോൾ മനസ്സിലായി വരുന്ന ചില വികാരങ്ങൾ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഇതിൽ എൻ്റെ അടുത്ത് മിനിഞ്ഞാന്നാരോ ചോദിച്ചു, ബല്ലാത്ത ജാതിയിൽ ഒരു ഡാബ്സിയുടെ ലോക്കറ്റ് ഉണ്ട്, അതൊരു സ്റ്റാറാണ്. സോ 1-2 പേര് ചോദിച്ചു ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ എംബ്ലം അല്ലേ എന്നെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ പൊളിറ്റിക്സ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അത് അങ്ങനെ ഒരു സാധനമേ അല്ല. സോ ബേസിക്കലി അതിനൊരു പക്ഷെ ആ സിമ്പിളിന് ഒരു അർത്ഥമുണ്ട്. ഇറ്റ് വാസ് ഓൾസോ നോൺ ആസ് റിംഗ് ഓഫ് സോളമൻ. അദ്ദേഹത്തിൻ്റെ മോതിരത്തിലെ ചിഹ്നമായിരുന്നു ഇത്. ആൻഡ് ഈ അറേബ്യൻ നൈറ്റ്സിൻ്റെ കഥകൾ എടുത്ത് നോക്കുവാണെങ്കിൽ ദർ ഇസ് എ സ്റ്റോറി ഓഫ് എ ഫിഷർമാൻ. ഒരു മീൻപിടുത്തക്കാരന് ഒരു വിളക്ക് കിട്ടും. എന്നുവെച്ചാൽ ഈ മോതിരം ദൈവം സോളമന് കൊടുത്തിരുന്നത് ഈ പറയുന്ന ഡീമൺസിനെയും ഭൂതങ്ങളെയൊക്കെ ആവാഹിച്ച് തളച്ചിടാൻ വേണ്ടി കൊടുത്തിരുന്ന മോതിരമാണ്. അപ്പം അങ്ങനെ സോളമൻ എൻസ്ലേവ് ചെയ്ത ഒരു ജീനിനെ ഈ മീൻപിടുത്തക്കാരന് കിട്ടുന്നത് ഈ വിളക്കിൽ നിന്നാണ്. ആ സോളമൻ്റെ മോതിരത്തിലെ ചിഹ്നമാണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ മാജിക്കൽ പ്രാക്ടീസസിൽ, ഏൻഷ്യൻ മാജിക്കൽ പ്രാക്ടീസസിൽ ഈ സ്റ്റാർ എന്ന് പറയുന്ന സാധനം ഒക്കൾട്ടായിട്ടുള്ളൊരു സിമ്പിളാണ്. ഇതിൽ നിന്നാണ് ഇവർ ഡീമൺസിനെയും പിശാചുക്കളെല്ലാം തളച്ചിടുന്നത്. സോ അതിൻ്റെ വ്യാഖ്യാനം അതാണ്, അല്ലാതെ അതിൽ പൊളിറ്റിക്കലായിട്ടൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ വിളക്ക്, ഈ പറയുന്ന കൊച്ചുകുട്ടി സ്കേറ്റ് ബോർഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ചോദിക്കാൻ ചെയ്യുന്നതാണ്. അത് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു എന്താ അതിന് പറയുന്നത്, ഒരു വിഷ്വലി ഉള്ളൊരു പ്രസൻറ്റേഷൻ. ആ ഒരു കുട്ടി, അത് പ്രത്യേകിച്ച് ആ കോസ്റ്റ്യൂമിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ്യൂമിൽ കൊച്ചുകുട്ടീനെ സ്കേറ്റ് ചെയ്യുന്ന അല്ലേ, ഒരു ഏരിയൽ ഷോട്ടല്ലേ അത്. ആ ഒരു ഷോട്ടിൽ നീരജ് ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് ആ ഒരു ഭയങ്കരമായിട്ട് നൈസ് ഒരു ഷോട്ടായിരുന്നു അത്. ഓൾസോ എനിക്ക് പഴയ പെയിൻറ്റിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്സ് ഒക്കെ ഇതുപോലെ ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള, മഴയും വെയിലും രണ്ടും ഒരുമിക്കുന്നത് ഭയങ്കര കോൺട്രഡിക്ടറി ആണ്. അതിൻ്റെ ഒരു ജക്സ്റ്റപ്പൊസിഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. സോ ഞാൻ അങ്ങനെ ഒരുപാട് വർക്കുകളിൽ അങ്ങനെ ജാറിങ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് തപ്പാറുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ചില ഫ്രെയിമുകളൊക്കെ എനിക്ക് അങ്ങനെ കോൺട്രഡിക്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് അത് തീമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകാത്തൊരു സാധനമാണ്. ഇപ്പോൾ മിഡ് സമ്മർ എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം
ഒരു ഹൊറർ ഫീലിലേക്ക് പോകുന്ന പടമാണത്. പക്ഷെ അതിൻ്റെ ഫ്രെയിമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര കളർഫുള്ളാണ്, ഡേ ലൈറ്റാണ്. അത് they don't even go together well as per traditional idea of film making and horror films. പക്ഷെ ആ ഒരു ജക്സ്റ്റപ്പോസിഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ആരും ചെയ്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ചെയ്യണമെന്നല്ല, പക്ഷെ അതിൽ നിന്നൊരു റിയാക്ഷൻ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇമോഷണൽ റെസ്പോൺസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ. ഇപ്പോൾ ഇത് ബലത്തെ ഇത് കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ കുറച്ചുകൂടെ ബുദ്ധിജീവി, ഇങ്ങനെ നോക്കിയിരുന്നൊക്കെ കാണും. അപ്പോൾ അതിൽ അവൻ കാണുന്ന ഓരോ ഫ്രെയിമുകളിൽ നിന്ന് അവന് കിട്ടുന്നത് പലതരം വികാരങ്ങളാണ് അവർ. പക്ഷെ ഞാനത് ഇന്റൻഷനലി ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. ഒരുപാട് പേര് ഇതിൽ ഡിക്റ്റേറ്ററിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണത്. അത് സറ്റൈറിക്കലായിട്ട് അത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ദ പെർഫോമർ അതിൽ ശശ പാരൻ, ഐ തിങ്ക് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹം കിടിലം പെർഫോമറാണ്. ഞാൻ സാഡായിട്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം പോയി കാണുന്ന സിനിമ അതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടം ഇരുന്ന് കണ്ടിച്ചിരിക്കാൻ. അപ്പോൾ എനിക്ക് ഈ ഒരു തീം വന്നപ്പോഴൊക്കെ ഇതിലെ കുറേ ഫൺ എലിമെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് ഈ സിനിമ ചെറുതായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഐ ക്രിയേറ്റഡ് അലാദീൻ ഇൻ ദിസ്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊരു നല്ലൊരു ഈസ്റ്റർ എഗ് പരിപാടിയായിരിക്കും. പൊതുവേ സിനിമയിൽ ഹോമേജ് എനിക്ക് അങ്ങനെ പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ മ്യൂസിക് വീഡിയോയിൽ ഇറ്റ്സ് ഫ്രീ, ഇറ്റ്സ് ലൈക്ക് പോയിട്രി, യു ക്യാൻ ഡു എനിത്തിങ് ദാറ്റ് യു വാണ്ട്. അപ്പം ഞാനിതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന സിമ്പിളൈസേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കൺസ്യൂം ചെയ്തതും എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ സന്തോഷം കണ്ടെത്തിയ കുറേ എലിമെൻറ്റ്സ്. ഇപ്പം ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരു അത്ഭുത വിളക്ക് കിട്ടിയിരുന്നെങ്കിൽ സീൻ മാറിയാനെ, ഞാൻ കുറച്ചുകൂടെ അടിപൊളിയായനെ. ഇല്ലേ, നമുക്ക് ആസ് എ ചൈൽഡ് നമുക്ക് കിട്ടാതെ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വി എക്സ്പെക്ട് സമ്മൺ ടു ബി ദെയർ ഹു ക്യാൻ ടേക്ക് കെയർ ഓഫ് us. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് 3 വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചോദിക്കും, പറയത്തില്ല, എന്തൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതൊരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിൽ ഇങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് അറിയുമ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം കാണുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ജസ്റ്റ് ദാറ്റ് ഐഡിയ ഗിവ്സ് യു സോ മച്ച് ഹാപ്പിനെസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അതൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ എലിമെൻസും, പിന്നെ ഇതിനെ കാണാൻ വേറെ പല രീതിയിൽ കാണാം. വിളക്കെന്ന് പറയുന്നത് ജീനിയുടെ വീടാണ്, എല്ലാവർക്കും ജീനിയുടെ വീട് വേണം, ജീനിക്ക് പോകാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഇതിൽ നിന്നുണ്ടാവാം. ബട്ട് ഞാൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ പാട്ടിന്റെ വരികൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആക്ച്വലി ഞാനത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ജീനിയുടെ ഒക്കെയാണ്, പക്ഷേ ഞാനിങ്ങനെ നമ്മൾ ആ മ്യൂസിക് വീഡിയോയുടെ താഴെ വരികൾ കൊടുത്തിട്ടുണ്ട്, എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ വരികൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ട് ഫുൾ ഭീഷണിയാണല്ലേ, അങ്ങോട്ട് കൊല്ലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ സർബത്താക്കി കളയും, ബാക്കി ഒന്നും കാണൂലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 സെറ്റ് ഓഫ് ആളുകൾ തമ്മിലുള്ള ഭീഷണിയാണ്. ഇത് എന്താണ് എന്ന്. അങ്ങനെയുള്ളൊരു കണ്ടന്റിനെ ഇത്രയും ലൈറ്റും ബ്രൈറ്റും ലവബിളും ആക്കാൻ പറ്റും, പ്രൊവൈഡഡ് യു ഹാവ് ദാറ്റ് ഇൻറ്റൻഷൻ ടു മേക്ക് ഇറ്റ്. ഇവർ 3 പേര് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഈ പാട്ടിൻ്റെ ബാക്ക് ബോൺ, ഈ വീഡിയോയുടെ ബാക്ക് ബോൺ ഇസ് എ മ്യൂസിക്. ഈ മ്യൂസിക് ഇത്രയും അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന വർക്കിന് അത്രയും കൺസിഡറേഷൻ കിട്ടുന്നത്. ഇപ്പോൾ പലപ്പോഴും പാട്ട് അത്രയും വർക്കൗട്ട് ആയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ മുകളിൽ എന്ത് VFX കൊണ്ടുവന്ന് എന്ത് മേക്കിംഗ് കൊണ്ടുവന്ന് വെച്ചിട്ടും കാര്യമില്ല, ഇറ്റ് വോണ്ട് ഗെറ്റ് ദർ. സോഴ്സ് മെറ്റീരിയലിൻ്റെ ഫൗണ്ടേഷൻ ആ സോങ് ആണ്. ആ സോങ് തന്നെ ആൾക്കാർ ഇത്രയും പിടിച്ചിരുത്തുന്നത് കൊണ്ടാണ് എൻ്റെ വീഡിയോയ്ക്ക് അവിടെ ഒരു വാല്യൂ ഉള്ളത്. ആൻഡ് അതിപ്പം ഒബ്വിയസ്ലി RZയുടെ മ്യൂസിക് പ്രൊഡക്ഷൻ, ആ ബീറ്റ് ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാവരും കേട്ടതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. പിന്നെ എഡിറ്റിംഗ് നമ്മളിതിട്ട് പിന്നെയും കേൾക്കും. ആൻഡ് മേക്കേഴ്സിന് പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മേക്കിംഗ് മ്യൂസിക് വീഡിയോ ഒരു പോയിന്റ് കഴിയുമ്പോൾ ചിലർക്ക് വെറുത്ത് തുടങ്ങും. ബിക്കോസ് യു ലിസ്ണിംഗ് ടു ഇറ്റ് എവറി ഡേ. ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇൻഡിഫറൻസിലേക്ക് എത്തും. പക്ഷേ എനിക്കിപ്പോഴും ഈ പാട്ട് മടുത്തിട്ടില്ല. ആൻഡ് ദാറ്റ് ഷോസ് ഹൗ ബ്യൂട്ടിഫുള്ളി ദേ ഹാവ് ക്രാഫ്റ്റഡ് ദിസ് സോങ്. നീരജേട്ടൻ്റെ കമ്പോസിഷനാണ് അത്. ആൻഡ് ഹിസ് ഐഡിയ അല്ലെ, ഒരു മലബാർ ഈ ഒരു സാധനം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ 2 പേരും കൂടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ടോട്ടൽ പാക്കേജ്. അത് പുള്ളിയുടെ ബ്രെയിൻ ചൈൽഡാണ്. ദാറ്റ് ലൈക്ക് ദിസ് ഈസ് മൈ പാക്കേജിങ്, ദിസ് ഇസ് വാട്ട് ഐ എം അബൌട്ട് ടു ഗിവ് ടു പീപ്പിൾ. അപ്പോൾ ആ ഒരു തോട്ടിൽ നിന്നുണ്ടായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. ആൻഡ് ഈ ട്രാക്കിൻ്റെ മുകളിൽ എനിക്കിത് ചാലഞ്ചിങ് ആണ്. കാരണം ട്രാക്ക് ഇവിടെയാണ് നിൽക്കുന്നത്, ഐ ഹാവ് ടു ബി ദെയർ, ഇല്ലേ, ഞാൻ അവിടെ വരെ എത്തണം. ആ ചാലഞ്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ. എനിക്ക് എൻ്റെ ടീമിനും ഭയങ്കര അടിപൊളി സംഭവമായിരുന്നു അത്. ജസ്റ്റ് ടു ബി ഏബിൾ ടു റീച്ച് സംവെയർ ക്ലോസ് ടു ദാറ്റ് ട്രാക്ക്. അതാണ് ഞങ്ങൾ ചെയ്തത്. ശരിക്കും ആ ഒരു ഇപ്പം പ്രണവ് പറഞ്ഞ പോലെ ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ 2 ഫാക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി കൊറിയോഗ്രഫി ഉണ്ട്, പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് ഭയങ്കര എസ്പെഷ്യലി അത് പറയേണ്ട കാര്യമാണ്. അപ്പം ഈ ഒരു കോസ്റ്റ്യൂം ആൻഡ് സ്റ്റൈലിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിന്
അതും ഇതിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറയൂ. ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ ക്യാരക്ടേഴ്സിനെയാണ് ഇപ്പം എനിക്ക് തോന്നുമ്പോൾ അലാദീൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു രൂപമുണ്ട്, ജാഫർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നൊരു രൂപമുണ്ട്, പിന്നെ ജീനി എന്ന് പറയുമ്പോഴും വി ഹാവ് ദാറ്റ് ടെംപ്ലേറ്റ് മനസ്സിൽ കിടപ്പുണ്ട്. അത് പൊളിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ആഗ്രഹിച്ചത്. സോ ഞാൻ ഈ ക്യാരക്ടേഴ്സിനെ ആദ്യം വരച്ചു, ഐ ഡ്രോ ദം, ആൻഡ് അതിലും എൻ്റേതായിട്ടുള്ള കുറേ ഇൻസ്പിറേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം കുംഫു ഹസലല്ല കുംഫു ഹസലിൽ സ്റ്റീഫൻ ചോയുടെ സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷാവലിൻ സോക്കർ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ സ്റ്റീഫൻ ചോയുടെ പടത്തിലൊരു വില്ലനുണ്ട്, അദ്ദേഹം ഈ പറയുന്ന പോലെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് സൂട്ട് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ വില്ലൻ എന്നുള്ള മറ്റേ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, ബട്ട് ഭയങ്കര മെനസിങ് ആണ് ആ ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആ കോസ്റ്റ്യൂമാണ്. ലൈക്ക് ജാഫർ ആൻഡ് ബേബിക്ക് ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും ചെറിയൊരു മാഫിയ അടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത്, അപ്പോൾ എൻ്റെ റെഫറൻസ് പോയിന്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. ആൻഡ് ഓൾസോ നീരജേട്ടൻ്റെ ഔട്ട്ഫിറ്റിനും കോസ്റ്റ്യൂമിനും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഇനീഷ്യലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ട്രഡീഷണൽ നമ്മൾ സാരിയുടെ മെറ്റീരിയലിൽ നിന്ന് വെസ്റ്റേൺ വെയർ കൺവേർട്ട് ചെയ്തെടുക്കുക എന്നുള്ളൊരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു. സോ ഈ ഐഡിയാസൊക്കെ നമ്മൾ കാണുന്നതൊക്കെ ഓക്കെ, ഐഡിയാസ് ആർ ഫോർ ഫ്രീ. പക്ഷേ ഒരു ടീം, ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവണം ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ചിന്തിച്ച് വാരി കൂട്ടാനാണെങ്കിൽ എനിക്ക് ഇന്നുണ്ടെന്ന് ചിന്തിക്കാം. അപ്പം ആഷ്ന ചേച്ചിയാണ് എൻ്റെ സ്റ്റൈലിംഗ്, 3 ക്യാരക്ടേഴ്സ്. ആൻഡ് ഷീ ഡിഡ് എ കമൻഡബിൾ വർക്ക് ബിക്കോസ് ഈ കോസ്റ്റ്യൂംസ് എല്ലാം വെറും 3 ദിവസം കൊണ്ടാണ് പുള്ളിക്കാരി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് ഓൺ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ എടുത്തതാണോ അതോ അല്ല, നമ്മൾ റെഡിമെയ്ഡ് എവിടെ നിന്നും പർച്ചേസ് ചെയ്തൊന്നും അല്ല. നമ്മളൊരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നു, നമുക്ക് വേണ്ട കളർ കോമ്പിനേഷൻ നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് നമ്മുടെ ടെംപ്ലേറ്റിൽ പെടുന്ന കളർ ഫാമിലി എന്താണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്റ്റൈലിസ്റ്റുമായിട്ട് ലോക്കെയാണ് ചെയ്യുന്നത്. ആൻഡ് പുള്ളിക്കാരിയുടെ ഫുൾ ഫ്ലെഡ്ജ് സ്റ്റൈലിംഗ് വർക്കാണ് ഇത്, ഫസ്റ്റാണ് ഈ ഒരു റേഞ്ചിൽ ചെയ്യുന്നത്. പുള്ളിക്കാരി ബേസിക്കലി മേക്കപ്പാണ്. ആൻഡ് ഇതിലങ്ങനെ ഒരുപാട് പേര് ഫസ്റ്റ് ടൈമേഴ്സ് ഉണ്ട്. ഈവൻ VFX പോലും എൻ്റെ CG സൂപ്പർവൈസർ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സൂപ്പർവിഷൻ പ്രോജക്റ്റാണ്. ഇതെല്ലാം ഹാൻഡ് പിക്ഡ് ആണ് അവിടെ നടന്നത്. അപ്പം ആഷ്ന ചേച്ചി വെറും 3 days നോട്ടീസിലാണ് ഇത്രയും കോസ്റ്റ്യൂംസ്, എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിൻ്റെ കോസ്റ്റ്യൂംസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫീച്ചർ ചെയ്തിരിക്കുന്ന മോഡൽസ്, സ്കേറ്റ് ബോർഡ് ആർട്ടിസ്റ്റ്, പിന്നെ പാർക്കോർ ചെയ്തവർ, പിന്നെ ഈ ചുവന്ന ഇതൊക്കെ ഇട്ടിട്ട് ബാക്കിൽ കൂടെ ഓടുന്ന ഗൂൺസ്, ഈ കോസ്റ്റ്യൂംസ് എല്ലാം ചെയ്തിരിക്കുന്നത് കൃഷ്ണ വിശ്വമാണ് അത്രയും കോസ്റ്റ്യൂംസ് സോഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതിന് ശരിക്കും പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബെയർലി 1 week ആണ്. പക്ഷെ അതിന് മുന്നേ ഒരു ലോങ് പ്രൊസീജിയർ ആൻഡ് പ്രിപ്പറേഷൻ ഞാനും ഒരു ബുക്കും തമ്മിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ബാക്കി 1 week 2 weekനുള്ളിലാണ് നമ്മൾ ഇത്രയും, ഇതെല്ലാം ഒരു ടീമിൻ്റെ എഫേർട്ടാണ്. അപ്പം അതാണ്. ആൻഡ് ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ മനസ്സിൽ കണ്ട ഒരു സാധനം ഒരുപക്ഷെ അതിനേക്കാൾ അടിപൊളിയായിട്ട് കോസ്റ്റ്യൂം ആൻഡ് സ്റ്റൈലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് തരാൻ പറ്റി. ആഷ്ന ചേച്ചിക്ക് അറിയാമായിരുന്നു കറക്റ്റ് എവിടെ നിന്ന് മെറ്റീരിയൽ എടുക്കണം, ആരെ കൊണ്ട് കോസ്റ്റ്യൂം തയ്പ്പിക്കണം. കോസ്റ്റ്യൂം നമ്മൾ 2 പേരെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അഫീഫ എന്ന് പറയുന്നത്, പിന്നെ മെനിൻക്യൂ സ്റ്റുഡിയോസ്. So they were the people who practically made this happen. And Chechi was the person who took over the whole thing and executed it in 3 days. Okay, ഇതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് എങ്ങനെയാണ്? അപ്പം എനിക്ക് തോന്നുന്നു നല്ലൊരു കോസ്റ്റ് ആയി കാണുമല്ലോ ഈ ഒരു കോസ്റ്റ്യൂം തന്നെ. കോസ്റ്റ്യൂം ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ളിൽ കൊളാബറേറ്റീവ് ആയിരുന്നു. നമ്മൾ കൊളാബറേഷൻ ഇത് ഇത്രയും നിങ്ങൾക്ക് ഭയങ്കര റിച്ച് ആയിട്ട് വീഡിയോ കാണാനുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാനൊരു ഇൻഡി മ്യൂസിക് വീഡിയോയ്ക്ക് ചെയ്യുന്ന അതേ സെയിം പൈപ്പ് ലൈനിൽ കൂടെയാണ് ഞങ്ങൾ ഇതും ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് പുറത്തുനിന്നൊരു വലിയൊരു പ്രൊഡ്യൂസറോ വലിയൊരു ലേബലോ ഒന്നും വന്നിട്ടില്ല. പ്രൊഡ്യൂസർ മെയിൻലി നീരജേട്ടനാണ്. ഇറ്റ്സ് ഇസ് ഓൺ പ്രോജക്റ്റ്. അദ്ദേഹം ഡിസൈൻ ചെയ്ത്, അദ്ദേഹം പ്ലാൻ ചെയ്ത്, അദ്ദേഹം ഫണ്ടിറക്കിയ മ്യൂസിക് വീഡിയോ ആണ്. അപ്പം ഒബ്വിയസ് ആയിട്ടും നമ്മളൊരു വലിയൊരു ലേബൽ സപ്പോർട്ട് ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം ഡെഫ് ജാമിലേക്ക് അത് പോയി. പക്ഷെ ആ സമയത്ത് ഞങ്ങളിത് നമ്മുടെ സ്വന്തം പ്രോജക്റ്റായിട്ട്, ഹോം പ്രോജക്റ്റായിട്ട് നമ്മളെടുത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തൊരു സാധനമാണ്. സോ ഈ കോസ്റ്റ്യൂമിനൊപ്പം തന്നെ അതിനകത്ത് വരുന്ന ഇവരുടെയൊക്കെ ഒരു ഓർണമെന്റ്സ് ഉണ്ട്. എനിക്കൊന്ന് ബേബിജീൻ, ഡപ്സിക്കാണോ ബേബിജീനാണോ, ഞാനൊരു സ്പെക്സ് ഒക്കെ കണ്ടു, ഒരു സ്പെഷ്യൽ സ്പെക്സ് ഒക്കെ കണ്ടു. അതേപോലെ ഇവരുടെ ഒരു ഓർണമെന്റ്സ്, കയ്യിലൊക്കെ ഒരു കുറച്ചുകൂടി ഒരു മോതിരം പോലുള്ളൊരു ഓർണമെന്റ്, അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ അതൊക്കെ എവിടുന്നാണ് സോഴ്സ് ചെയ്തത്? അതെല്ലാം ആഷ്നാഷ്. അത് പുള്ളിക്കാരിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് എവിടുന്നാ വരുന്നത്. ഞാൻ ചോദിച്ചിട്ടില്ല എവിടുന്നാ വരുന്നത്, പക്ഷെ ചോദിച്ച സാധനം കിട്ടും. ബട്ട് യാ, ആൻഡ് ചിലതൊക്കെ ഇപ്പം ഞാൻ അത്ര ഡീറ്റെയിലിംഗിലേക്ക് പോയിട്ടില്ല കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ. ആക്സസറീസ് ഞാൻ അങ്ങനെ ഒരുപാട് പ്രഷർ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഒരു ഓവറോൾ ലുക്കാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ആക്സസറീസിൻ്റെ ഡീറ്റെയിലിംഗ്, കണ്ണാടി ഏത്, മോതിരം ഏത്, ഇതെല്ലാം ചേച്ചിയുടെ ഇൻപുട്ടാണ്. ഷീ നോസ് വാട്ട് ലുക്സ് ബെസ്റ്റ്. ചില സമയത്ത് പുള്ളിക്കാരി ഫ്രെയിമിൽ വന്നിട്ട് നോക്കും, അങ്ങനെ ഇത് സെറ്റല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് അത് മാറ്റിയിട്ട് ഷീ നോസ് വാട്ട് ഷീ ഈസ് ഡൂയിങ്. അപ്പം സ്റ്റൈലിംഗ് ആൻഡ് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഇതിൽ വലിയൊരു വിഷ്വൽ ബ്യൂട്ടിയുടെ പങ്ക് അവർക്കാണ്.
അവരുടെ എഫേർട്ടാണ് അത്. ഒരു 2 ഷെഡ്യൂളായിട്ട് ഷൂട്ട് ചെയ്തൊരു ആണ്. കാരണം എന്താ പറയാൻ കാരണം അറിയാം, ഇതിൻ്റെ ഒരു തുടക്കത്തിലും ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേനും ഇവരുടെ ഒരു എന്താ പറയുന്ന ഒരു ക്യാരക്ടർ നോക്കുമ്പോഴത്തേന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇവരുടെ ലുക്കിൽ. അപ്പം ഇപ്പം ബേബി ജീൻ്റെ ആണെന്ന് തോന്നുന്നു, ഈ താടിയൊക്കെ ഉണ്ട് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. ആദ്യം അങ്ങനെയല്ല, ആദ്യം വരുമ്പോഴത്തേന് ഒരു പെർഫെക്റ്റ് മേക്കപ്പ് കാര്യങ്ങൾ. അപ്പം നീരജേട്ടൻ്റെ ആണെങ്കിലും ലാസ്റ്റിലേക്ക് വരുമ്പോഴത്തേന് ഹെയർ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അതങ്ങനെ മനഃപൂർവ്വം അങ്ങനെ വന്നതാണോ അതോ ഒരു എനിക്കാണല്ലോ ടാസ്ക്? അല്ല, ഞാൻ 2 പോസിബിലിറ്റി ആലോചിച്ചു. ഒന്നെങ്കിൽ അത് ഒരു 2 കാലഘട്ടം കാണിക്കുന്നതായിരിക്കാം, കുറച്ച് നാളുകൾക്ക് ശേഷമുള്ളത്, അല്ലെങ്കിൽ 2 ഷെഡ്യൂൾ ചെയ്തപ്പോഴത്തേക്കിന്. പക്ഷെ അങ്ങനെ എന്തായാലും ഒരു മിസ്റ്റേക്ക് ഇവിടെ വരാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എനിക്കറിയില്ല, എങ്ങനെയാണെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. ഇപ്പൊ എന്റെ കൂട്ടുകാരനും ഈ സെയിം സാധനം എൻ്റെ അടുത്ത് ചോദിച്ചു. അവനും പറഞ്ഞു ഇതൊരു കണ്ടിന്യൂറ്റി അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ബേബിയുടെ താടി കുറച്ച് എവിഡന്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും അർത്ഥം ഉണ്ടോ നീ ഒന്നിരുന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഈ സെക്കൻഡ് ഹാഫ് ഫ്ലാഷ് ബാക്ക് ആണോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ഈ കാർപ്പറ്റ് ഒന്ന് തലയിൽ മൂടി വീണിട്ട് പിന്നെ ഇത് പൊങ്ങുമല്ലോ, പിന്നെ പൊങ്ങുമ്പോൾ ഇവർ 3 പേരും ഫ്രണ്ട്സാ, മനസ്സിലായോ? അപ്പോൾ അവൻ തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുത്തു. ഇവർ 3 പേരും കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് അതിൽ നിന്ന് ഒരാൾ മറ്റൊരാളെ ഉറ്റിയിട്ട് വിളക്കിനകത്താക്കിയതാ എൻഡിൽ. ആൻഡ് അത് ഈ ബാക്കി 2 പേര് കാലാകാലങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ആർ ലൂട്ടിങ് ഫ്രം ഈച്ച് അതർ. അങ്ങനെയൊക്കെ കുറെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടപ്പോൾ. ഞാൻ കൊള്ളാം, രസമുണ്ട്. എന്നോട് ചോദിച്ചു ഇത് തന്നെയാണ് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ ബേബിജിന്റെ ക്യാരക്ടർ രണ്ടാമത് കാണിക്കുമ്പോഴത്തേനും പുള്ളി അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ജിന്നോ അങ്ങനെയൊന്നും അല്ല കാണിക്കുന്നത്. കണ്ണിലൊന്നൊന്നുമില്ല, ഒരു നോർമൽ ഒരു മനുഷ്യനായിട്ടാണ് കാണിക്കുന്നത്. മേ ബി പുള്ളി പരിണാമം സംഭവിച്ചു അങ്ങനെയൊക്കെ ചിലപ്പോൾ അതിൽ ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു സംഭവം കാണും. or else it's just made that way. അപ്പം എനിക്ക് തോന്നുന്നു എനിക്കൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ആൾക്കാർ ഇതൊക്കെ നോട്ടീസ് ചെയ്ത് ഓരോ സാധനം അവിടെ നിന്ന് ഇവിടുന്ന് നെറ്റ് പിക്ക് ചെയ്ത്. ഇപ്പം എനിക്ക് ലിജോ സാർ അത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇപ്പം ചുരുളി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര തിയറീസ് പുറത്ത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഉണ്ട് കുറേ തിയറീസ്. സോ ബേസിക്കലി അത് എക്സൈറ്റിംഗ് ആണ്. അത് ഒരുപക്ഷെ അങ്ങനെ അതൊരു ബ്രില്യൻ ഡയറക്ടോറിയൽ ബ്രില്യൻസും ആവാം. അല്ലെങ്കിൽ ദർ ഇസ് ഓൾസോ സംതിങ് ലൈക്ക് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്തിരുത്തി കഴിഞ്ഞാൽ അവർ തന്നെ ചിന്തിച്ചു വാരിക്കുട്ടി ദിൽ മേക്ക് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി ലൈക്ക് എ കൾട്ട് ക്ലാസിക്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ ഇതിൽ നിന്ന് എന്തും ആവാം, ബട്ട് ഐ വുഡന്റ് വോണ്ട് ടു എക്സ്പ്ലെയിൻ മൈസെൽഫ്. ഞാനൊരു പക്ഷേ ഒരു ജീനിയസ് ആയിരിക്കും, ചിലപ്പോൾ ഞാൻ അതൊന്നും അല്ലായിരിക്കും. ഞാൻ വെറുതെ ഒരു വർക്ക് ചെയ്തിട്ട് അതിലുണ്ടായ മിസ്റ്റേക്സോ ആവായത്. ബട്ട് ഐ ലീവ് ദാറ്റ് ഫോർ ഇന്റർപ്രിട്ടേഷൻ ടു പീപ്പിൾ. ഐ തിങ്ക് അതിൻ്റെ ബ്യൂട്ടി അതാണ്. കാരണം ഞാൻ ഓരോ ആർട്ടിസ്റ്റുകളെ അനലൈസ് ചെയ്യുന്നത് എനിക്ക് ഈ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ കണ്ടിട്ട് എഴുന്നേറ്റ് പോകുന്നതല്ലാതെ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഓരോ ചിന്തിക്കും, അവിടെ എന്തോ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും. പക്ഷെ എനിക്കൊന്ന് കൺസംഷൻ്റെ ഏറ്റവും വലിയ രസമായ ഭാഗം അതാണ്. ഇതിനൊരു ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായിരുന്നു, കാരണം ഇടയ്ക്ക് ഒരു ഷൂട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തിലേ വരുമ്പം ചേട്ടൻ്റെ മുടി വളർന്നിട്ടുണ്ട്, നീരജേട്ടൻ്റെ ഒരു മുടിയൊക്കെ. അപ്പം ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായിരുന്നു, നിർത്തി വെച്ചിട്ടുണ്ട് ഒരു 10 ഡേയ്സോളം. ഓൾസോ ഇവരുടെ സ്കെഡ്യൂളും കൂടെ നമ്മൾ നോക്കണം. നമ്മൾ 3 ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് കൊണ്ടുവരിക ചെയ്യുന്നത്. ആൻഡ് ഓൾസോ 3 പേരും നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. ഏട്ടന് പടത്തിൻ്റെ ഷൂട്ട് കാണും, ഏട്ടൻ ഈസ് ഓൾസോ ഡൂയിങ് മ്യൂസിക്, ടൂർ ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഡാപ്സിക്കും ഇയർ റൗണ്ട് പെർഫോമൻസസ് ഉണ്ട്, ഷോസ് ചെയ്യുന്നുണ്ട്. ബേബി ഇപ്പോൾ 2 പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഖാലിദ് റഹ്മാൻ സാറിൻ്റെ പടം ചെയ്യുന്നുണ്ട്, പിന്നെ റൈഫിൾ ക്ലബ്ബിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവരുടെ എല്ലാവരുടെയും ഡേറ്റും കൂടെ ഒന്ന് സെറ്റായി കിട്ടുകയെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അത് ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സാധനം. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഫുള്ളൊരു സ്കേറ്റ് ബോർഡ് പാർക്കിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, ലൂപ്പിൽ, കൊച്ചിയിൽ. ഫസ്റ്റ് ഹാഫ് ഇരിഞ്ഞാലക്കുട മാർക്കറ്റിൽ. ഞാനത് ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. കാരണം അതിൻ്റെ ഒരു ബാക്ക് ബോൺ അതായിരിക്കും അല്ലേ, ആ ഒരു വിഷ്വൽ ട്രീറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ ഈ ഒരു സെറ്റ് അല്ലേ, ലൊക്കേഷൻസ് സെറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഒരുപാട് പേര് ചോദിച്ചു സെറ്റ് ഇട്ടതാണോ എന്ന്. ഞങ്ങൾ സെക്കൻഡ് ഹാഫ് മാത്രമേ സെറ്റ് ഇട്ടിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് നമ്മൾ സെറ്റ് ഇട്ടിട്ടില്ല. വെച്ചാൽ ആക്ച്വൽ എൻ്റെ മനസ്സിലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് വിച്ച് ഐ റിയലി ഇതൊരു ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റോറിയുടെ തീം ആണെങ്കിൽ പോലും അതിനെ ലോക്കലൈസ് ചെയ്യുക എന്നുള്ളതിലാണ് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. സോ അത് ലോക്കലൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സെറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ മാർക്കറ്റാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചില മാർക്കറ്റ് ഭയങ്കര ഒതുങ്ങിയ, ഭയങ്കര ചെറുത് ഭയങ്കര സ്കാറ്റേർഡ് ആണ്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് എനിക്ക് എൻ്റെ ഫ്രണ്ട് സലീം, ലൊക്കേഷൻ മാനേജർ സലീം ലാലാണ്, അദ്ദേഹമാണ് ഇരിഞ്ഞാലക്കുട മാർക്കറ്റ് ഉണ്ട്, നീ പറഞ്ഞ സാധനം വെച്ചിട്ട് ഇത് നൈസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ അവിടുത്തെ ആൾക്കാർ ദേ വർ സോ കോപ്പറേറ്റീവ്. ഞങ്ങൾ 2 ദിവസം അവിടെ ഷൂട്ട് ചെയ്തു. അതും
ഈ പറഞ്ഞ പോലെ വലിയ തണലൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഓറഞ്ച് അലേർട്ടിന് വെയിലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഞാനൊക്കെ ടാനായി ഓൾമോസ്റ്റ് അൺറെക്കഗ്നൈസബിൾ ആയിരുന്നു. ഭയങ്കര തലവേദന ഉണ്ട് വെയിലൊക്കെ കൊണ്ടിട്ട്, ഞങ്ങളുടെ ഫുൾ ടീം. പക്ഷേ അവിടുത്തെ ആൾക്കാർ ദേ വെരി ബെയറിങ് വിത്ത് അസ്. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ ചോദിച്ച ചില സ്ഥലമൊക്കെ ചേട്ടാ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്യണം, ആ മോനെ ഷൂട്ട് ചെയ്തെന്ന് പറയും. ഞാൻ വിചാരിക്കും, അതും സിനിമയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ലൊക്കേഷൻസ് ഒക്കെ സോഴ്സ് ചെയ്യാൻ എത്ര പാടാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ കോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇതവിടെ നമ്മൾ ഇത്രയും തേഴ്സ്ഡേ ദിവസം അവിടെ മെയിൻ മാർക്കറ്റിൽ സെയിൽ നടക്കുന്നത് തേഴ്സ്ഡേ ആണ്, ഏറ്റവും കൂടുതൽ ക്രൗഡുള്ള ദിവസം. അന്നാണ് ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ചില ഫ്രെയിമൊക്കെ വയ്ക്കുമ്പോൾ ഞങ്ങൾ പറയും ചേട്ടാ ക്യാമറയിലോട്ട് നോക്കരുത്, ചിലർ വീഡിയോ എടുക്കുകയാണെങ്കിൽ പറയും ചേട്ടാ സ്റ്റോറി ഇടരുത്. പക്ഷേ ഇത്രയും കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ വേറെ സെറ്റിൽ, പബ്ലിക് സെറ്റിൽ കണ്ടിട്ടില്ല. കാരണം ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ക്രൗഡ് മാനേജ്മെൻറ്റാണ്. ഇത്രയും ക്രൗഡിനിടയിൽ ഒരു അവരുടെ ബിസിനസ് മുടങ്ങാനും പാടില്ല. വ്യാഴാഴ്ച ദിവസം നമുക്ക് ആദ്യം ഈ മോളിക്കൂടെ തുണികളൊക്കെ കെട്ടുന്ന പരിപാടി, അവിടെ ഈ പഴക്കൊലൊക്കെ കൊണ്ടുവരുന്ന ട്രക്കുകൾ വന്ന് പാർക്ക് ചെയ്യേണ്ട സ്ഥലമാണത്. ഈ തുണിയൊക്കെ പഴിക്കേണ്ടി വരും, അപ്പം നമുക്ക് കെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻസ്, ഡയറക്ടോറിയൽ ആൻഡ് പ്രൊഡക്ഷൻ കോംപ്ലിക്കേഷൻസ് അല്ലാതെ ഇങ്ങനെ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അതൊക്കെ ഒരു ടീം നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇൻ റിയൽ ടൈം, സോ ദാറ്റ് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അത് അതിൽ ആർട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ക്രിസ്പിൻ ചാക്കോ ആണ്. ക്രിസ്പിനും മീമനുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരും അവരുടെ ബോയ്സ് എല്ലാവരും കൂടെ ആ മാർക്കറ്റ് എങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ എസ്തെറ്റിക്സ് ആയിട്ട് മാച്ച് ചെയ്തെടുക്കാം എന്നുള്ളത് അത് അവരുടെ എഫേർട്ടാണ്. ഈവൻ സെക്കൻഡ് ഹാഫിലുള്ള ലൂപ്പ് എന്ന് പറയുന്ന സ്കേറ്റ് ബോർഡ് പാർക്ക് പോലും കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്ന അവരുടെ എഫേർട്ടാണ്. നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ സംഭവം റെഡി ആയിരിക്കും, പക്ഷെ അവർ രാത്രി ഫുള്ളിരുന്ന് പണിയായിരിക്കും. ഇതൊരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടല്ലോ പ്രണവിന്, അതേപ്പറ്റി ഒന്ന് പറയോ? ഏതാണ് ഞാൻ തന്നെ അത് ചെയ്തേക്കാം. ക്യാമിയോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആദ്യമേ പ്ലാൻ ഒന്നും, ഞാൻ ഫ്രെയിമുകളെല്ലാം വരയ്ക്കും. മിന്നൽ മുരളി എന്ന് പറയുന്ന പടത്തിൽ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ, പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ മിന്നൽ മുരളിയേക്കാൾ മുമ്പുള്ളൊരു ഒരു റെഫറൻസ് പോയിന്റ് അതിനുണ്ട്. ഞാൻ ഫസ്റ്റ് കാണുന്ന സൂപ്പർ ഹീറോ പടം എന്ന് പറയുന്നത് റിച്ചർഡ് ഡോണറിന്റെ സൂപ്പർമാനാണ്. 1980s വൺ ഓഫ് ദ ക്ലാസിക് ഷോട്ടാണ് അത് പടത്തിൽ. പുള്ളി ഇങ്ങനെ സുപ്പ് എന്ന് പറഞ്ഞിട്ട് പോകും. ഈവൻ ഫ്ലാഷിലുണ്ട് ആ പരിപാടി. സുപ്പ് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ, അതൊരു ട്രേഡ് മാർക്ക് സൂപ്പർ ഹീറോ പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് റിക്കറിങ് ആയിട്ടുള്ള. ആൻഡ് ഇത് വരച്ചപ്പോൾ ഞാനാണ് ചെയ്യുന്നതെന്നൊന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് സമ്മൺ ടു ബി ഏബിൾ ടു ഡു ദാറ്റ്. അപ്പം എൻ്റെ ചീഫ് അസോസിയേറ്റ് മനുവാണ് അപ്പോൾ പറഞ്ഞത്, എന്നാൽ പിന്നെ ഷർട്ട് മറിക്കും നീ തന്നെ നിന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ വേണം, ആർക്കൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞാൻ അഭിനയിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. മനു പറഞ്ഞു എന്നാൽ പിന്നെ നിനക്ക് പോയി നിന്നാൽ പോരെ എന്ന് പറഞ്ഞു. അപ്പോഴത്തെ ഒരു രസത്തിൽ ഷർട്ടൊക്കെ എടുത്തിട്ട്, മുണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാൻ മുണ്ടെല്ലാം ഷൂട്ട് ചെയ്യുന്നു, ചെന്ന് നിന്ന് നമ്മൾ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഡാൻസറാണ്, ക്രിയേറ്ററാണ്, മറ്റേ ആക്ടറാണ്, VFX ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു അൾട്ടിമേറ്റ്ലി ഒരു ഗോൾ എന്താണ്? അല്ലെങ്കിൽ ഡയറക്ടർ ആവണമെന്നാണോ? എന്താണ് ഒരു അൾട്ടിമേറ്റ് എയിം? ഇതെല്ലാം തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തിലാണ് തുടങ്ങുന്നത്. അന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ട്, ഇത് എന്നെ കൊണ്ട് പറ്റുമോ? കാരണം ഞാൻ വളർന്ന സ്ഥലത്ത് ബോംബെയിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആയുഷ് ടണ്ടൻ. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ്. അദ്ദേഹമായിരുന്നു ലൈഫ് ഓഫ് പൈ എന്ന് പറയുന്ന സിനിമയിൽ പൈയുടെ റോള് യങ്കർ വേർഷൻ പ്ലേ ചെയ്തത്. അപ്പം ആയുഷ് ഒരുപാട് സിനിമകളും ആഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ എനിക്കിത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അതിനുവേണ്ടി ഓഡിഷൻസിന് പോകാനും മെനക്കെടാനും ഒരു ഫുൾ ഫാമിലി സപ്പോർട്ട് നമുക്ക് വേണം. ഞാൻ എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് സ്റ്റോറിയാണ്. എനിക്കൊരു 8-9 പഠിക്കുമ്പോൾ അന്ന് ഈ ബ്ലോഗ് പോസ്റ്റുകളിലൊക്കെ അതാത് ദിവസത്തെ ഓഡിഷൻ കോളുകൾ, ഞാൻ വസൈ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് താമസിച്ചിരുന്നത്, മുംബൈയിൽ. എൻ്റെ ഓഡിഷൻസ് നടക്കുന്ന അന്തേരിയിലാണ്. അപ്പോൾ എല്ലാ വീക്കെൻഡും വീട്ടിൽ കള്ളം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ പറയും ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന പറയും. അതിന് മുന്നേ ഞാൻ ചിലപ്പോൾ ഈ നമ്പറിലൊക്കെ വിളിക്കും. എന്നിട്ട് വിളിച്ചിട്ട് അവരുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ വെക്കും. എന്നിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റാണ്, സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോ ഫോണിൽ കൂടെ ഒന്ന് ഹായ് പറഞ്ഞു എന്നുള്ള. അത്ര ഔട്ട് ഓഫ് ദി ഇൻഡസ്ട്രി ആയിരുന്നു ഞാൻ. ഐ കം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. പിന്നെ കുറച്ചുകൂടെ ധൈര്യം വെച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ലോക്കൽ ട്രെയിൻ, എവിടെ മുംബൈയിലെല്ലാം ലോക്കൽ ട്രെയിനായിട്ട് ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ കളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങും. അപ്പോൾ ഞാൻ ബെസ്റ്റ് ബസ്സും പിടിച്ചൊരു 1.5 to 2 hour ട്രിപ്പുണ്ട് ഇവിടെ അന്തേരിയിൽ 7 ബംഗ്ലോസ് എന്ന് പറയും. അവിടെയാണ് ഇന്നും ഓഡിഷൻസ് ഒക്കെ കുറേ നടക്കുന്നത്. അവിടെ വരെ ചെന്നിട്ട് അവിടെ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടനെ നിർത്തിയിട്ടുണ്ടോ. അപ്പോൾ ഇദ്ദേഹം എന്നെ കണ്ടിട്ട് അപ്പോൾ തന്നെ പറയും നോട്ട് ഫിറ്റ് എന്ന് പറയും. അപ്പോൾ ഞാനന്ന്
എൻ്റെ പ്രായമായ ടീനേജർ, എനിക്ക് നോട്ട് ഫിറ്റിൻ്റെ അർത്ഥം അറിയത്തില്ല. അപ്പം ഞാൻ നോട്ട് ഫിറ്റ് എന്ന് കേട്ട ഉടനെ പിന്നെ ഞാൻ തിരിച്ചു വീട്ടിലേക്ക്. എല്ലാ വീക്കെൻഡും ഞാൻ വരും, എല്ലാ വീക്കെൻഡും സം റാൻഡം ഗൈ ലുക്സ് അറ്റ് മീ നോട്ട് ഫിറ്റ് എന്ന് പറയും. കുറേ കാലം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഈ നോട്ട് ഫിറ്റിൻ്റെ അർത്ഥം എൻ്റെ ഫീച്ചേഴ്സ് എൻ്റെ നിറമാണ്. ഐ എം നോട്ട് സോ ഫെയർ. അത് ആഡ് ഇൻഡസ്ട്രി അന്ന് ഒരു കുറച്ച് റേസിസ്റ്റ് ആയിട്ടുള്ള പരിപാടി ഉണ്ടെന്ന്. ഇന്നത്തെ പോലെ അത്രയും ഫ്രീ അല്ല. എനിക്കപ്പോൾ ഭയങ്കര ഇൻഫീരിയോറിറ്റി അടിച്ചു. അത് കുറേ കാലം എൻ്റെ മനസ്സിലുണ്ട്, അത് പിന്നെ പോയില്ല. ഒരു കോംപ്ലക്സ് നമുക്ക് അടിക്കുമോ, ഇനിയിപ്പം ഞാൻ ഇതിന് പറ്റിയ ആളല്ല എന്നൊരു ചിന്ത വരും. അത് ആ പ്രായത്തിൽ നമ്മളിത് എല്ലാ ആഴ്ചയും കേൾക്കുമ്പോൾ ഇറ്റ് സംവെയർ സീൻസ് ഇൻ ടു യുവർ മൈൻഡ്. ആൻഡ് എനിക്കന്ന് വലിയ ആഗ്രഹങ്ങളൊന്നും, എനിക്ക് ഇത്രേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഉള്ളിൽ എന്താ നടക്കുന്നത് എനിക്ക് കാണണം, ആ ലോകം എന്താണെന്ന് എനിക്കറിയാം. അപ്പം ഒരു സമയം കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ഒരു സിനിമ സെറ്റിൽ യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം, അവിടെ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടി അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ, എനിക്ക് യാതൊരു ബന്ധവും അറിവില്ലാത്ത കാര്യങ്ങൾ പുസ്തകത്തിൽ നിന്നും യൂട്യൂബിലുള്ള ട്യൂട്ടോറിയൽസിൽ നിന്നൊക്കെ പഠിക്കുന്നു. ആൻഡ് ഡാൻസിന് അതിൽ വലിയൊരു പങ്കുണ്ട്. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ഡാൻസ് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഡാൻസേഴ്സാണ്. ഞങ്ങൾക്ക് ക്യാമറ യൂസ് ചെയ്യാൻ അറിയത്തില്ല, എഡിറ്റിംഗ് ചെയ്യാൻ അറിയത്തില്ല, പാട്ട് മിക്സ് ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ ഈ സ്കിൽസൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഡാൻസ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് പഠിച്ചെടുത്ത് എങ്ങനെയോ എവിടെയോ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രോസസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറ്റിൽ ചെന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സെറ്റ് അല്ലെങ്കിൽ പോലും എനിക്ക് അവിടെ ചെന്നിരിക്കുന്നത് എല്ലാം കാണുന്നത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോം ടു മീ. അതേസമയത്ത് എൻ്റെ മമ്മിക്ക് ഇത് ഭയങ്കര ബോറിങ്. മമ്മി സെറ്റിൽ പോയിരുന്നു കഴിഞ്ഞാൽ മമ്മി കുറച്ച് പോസ്റ്റ് അടിക്കും. അപ്പം അമ്മ പറയും ഇത് കാണുന്ന പോലെ അല്ല, കുറേ നേരം ഉണ്ട്. ഞാൻ പറയാം അങ്ങനെയാണ് പരിപാടി. സോ ആ ഒരു പ്രോസസ്സിൽ ഐ എൻഡഡ് അപ്പ് ലൈക്കിങ് എവറിത്തിങ്. പക്ഷെ ബേസിക്കലി ഡീപ്പ് ഇൻസൈഡ് ഞാൻ ആക്ടറാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷേ ഐ എൻജോയ് ഡൂയിങ് ദിസ്. ആൻഡ് ലക്കിലി ഞാൻ ഒരു ആക്ടിങ് ബ്രേക്ക് കിട്ടുന്നത് വരെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറൊരു പരിപാടി അല്ല ചെയ്യുന്നത്. ഐ എം എക്സാക്ട്ലി ഡൂയിങ് എവറിത്തിങ് അറൗണ്ട് ദിസ്. സോ അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഓക്കെ, അമ്മയുടെ ഒരു ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആയി. എല്ലാ മക്കളും അങ്ങനെയാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറേ കൂടി ഇമോഷണലി ബിൽഡായി വന്നത് അമ്മയുടെ ഒരു പാരൻറ്റിങ്. അമ്മ ഞാൻ എന്താണോ അത് കംപ്ലീറ്റ്ലി അതിൻ്റെ ക്രെഡിറ്റ് അമ്മയ്ക്കാണുള്ളത്. അതിപ്പം നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ അത് ഒരുപക്ഷെ എൻ്റെ ആയിരിക്കും. കാരണം അതിനുള്ള വഴക്ക് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടാറുണ്ട്. മമ്മി ഇപ്പം ലൈക്ക് ഇപ്പം അതൊരു വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ പപ്പ പോയി കഴിഞ്ഞിട്ട് മമ്മി സിംഗിൾ ഹാൻഡഡ്ലി ആണ് എന്നെ നോക്കിയിട്ടുള്ളത്. ആൻഡ് ഷീ ഹാസ് ഓൾവേസ് സപ്പോർട്ടഡ് മീ. ഒരു പക്ഷേ ഞാനൊന്നൊരു ആർട്ടിസ്റ്റിനെ ആദ്യം എൻ്റെ അമ്മയ്ക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നെ എൻ്റെ മമ്മിയും പഠിക്കുമല്ലേ. ഷീ ഈസ് ലേണിംഗ് ടു ബി ദ മദർ ഓഫ് ആൻ ആർട്ടിസ്റ്റ്. അതെനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് കുട്ടികൾക്ക് ഇത് മനസ്സിലാവും. അവരിത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അവരിങ്ങനെ ചിന്തിക്കുക എൻ്റെ പേരൻസ് എന്താ എന്നെ മനസ്സിലാകാത്തത്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് എൻ്റെ കഴിവുകളിൽ വിശ്വസിക്കാത്തത് എന്നൊക്കെ അവർ ചിന്തിക്കും. ആൻഡ് ഓൾസോ ഐ ഫീൽ ദാറ്റ് നമ്മളൊരു ആർട്ടിസ്റ്റ് ആവാൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരൊരു ആർട്ടിസ്റ്റിൻ്റെ പേരൻ്റ് ആവാൻ അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരതിന് തയ്യാറെടുക്കണം. സോ എൻ്റെ മമ്മി സ്ട്രിക്ട്ലി അക്കാഡമിക് ആയിരുന്നു. മറ്റേ 10ാം ക്ലാസ്സൊക്കെ റാങ്ക് മേടിച്ച് പത്രത്തിൽ ഫോട്ടോ വരുന്നൊരു ഫിഗറാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ മമ്മിയുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരുടെ മക്കൾ എല്ലാവരും ഭയങ്കര അക്കാഡമിക്സിൽ ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ഫാമിലിയിൽ ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പ്രഷറും എത്രത്തോളം അൺലേണിങ്ങും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വന്നു ടു റിയലി ലെറ്റ് മീ ഡു വാട്ട് ഐ വാണ്ട് ടു ഡു. അപ്പം അത് ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ അമ്മേനെ ജഡ്ജ് ചെയ്തിട്ടില്ല. ആൻഡ് എൻ്റെ എല്ലാ കാര്യത്തിനും മമ്മി ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര ഒറ്റപ്പെട്ട് ഫീൽ ചെയ്താലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മമ്മി എവിടെയോ ഉണ്ട്. എനിക്ക് യുനോ ഷീ ഈസ് ദെയർ. എന്നെ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് മതി. സോ ദാറ്റ്സ് മൈ ഗിവ് ആൻഡ് ടേക്ക് വിത്ത് മൈ മദർ. അതും എനിക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് മൊമെന്റ്സ് എൻ്റെ അമ്മയുടെ കൂടെ കിട്ടിയിട്ടില്ല. ഞാൻ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ വളർന്നു. അപ്പം എൻ്റെ മമ്മിയുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് കൂടുതലും ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് ടീനേജ് പ്രായം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പോൾ അപ്പം അതിൻ്റേതായിട്ടുള്ള ഡിസ്കണക്റ്റും നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മമ്മിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് മമ്മി മാത്രമേ ഉള്ളൂ. ആൻഡ് എനിക്കുണ്ടാവുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും വലിയൊരു പങ്ക് എൻ്റെ മമ്മിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് മലയാളികൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ഫെസ്റ്റിവൽ ക്യാൻ ഫെസ്റ്റിവൽ ഈ ഇയർ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ 2022 പോയിട്ടുണ്ടായിരുന്നല്ലേ ക്യാൻ ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ പോയി കമൽഹാസൻ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. അതൊരു ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമായിരിക്കും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് പറയൂ, അതെങ്ങനെയായിരുന്നു, യാദൃശ്ചികമായിരുന്നു? ശരിക്കും പറഞ്ഞാൽ മുംബൈയിലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, ഓർഗാനിക് സിനിമാസ് എന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ട് പ്രവീൺ ഹെഡ് ചെയ്യുന്നു.
അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്നു ഞാൻ. അപ്പം ഞങ്ങൾ കോ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ബംഗാളി ഫിലിം ദ ടെയിൽ ഓഫ് സാൻഡ ആൻഡ് സ്മോത്ത്, അനീക് ചൗധരിയുടെ, അതിന് സ്ക്രീനിങ് കിട്ടിയായിരുന്നു കാനിൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇൻവൈറ്റ് വന്ന് നമ്മളിവിടുന്ന് ട്രാവൽ ചെയ്യുന്നത്. അതും ഈ പറയുന്ന പോലെ പോകുമെന്ന് അങ്ങനെ മനസ്സിൽ കണ്ടിട്ടൊന്നുമില്ല. എനിക്കൊന്ന് കോവിഡ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഫ്രാൻസിലേക്കുള്ള വിസ പ്രൊസീജിയറൊക്കെ തുറന്നു വരുന്നുള്ളൂ. അപ്പോൾ പോകുന്നതിൻ്റെ 3 ദിവസം മുന്നെയാണ് ഞാൻ അറിയുന്നത് വി ആർ ആക്ച്വലി ഗോയിങ്. എനിക്കതൊരു ഷോക്കറാണ്. കാരണം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നിട്ട് ഈ കുഞ്ഞിലെ കാണുന്ന പത്രത്തിൻ്റെ പേജ് 9 ഞങ്ങൾ ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഫോട്ടോസൊക്കെ കാണുന്നത്. ഐശ്വര്യ റായ് മാമിൻ്റെ ഗൗണിന് ഇത്ര നീളം, ഇതൊക്കെ ഇത് വേറൊരു ലോകമാണ്. നമ്മൾ പത്രത്തിനപ്പുറം ഇത് കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തലേദിവസമാണ് പ്രവീൺ എൻ്റെ അടുത്ത് പറയുന്നത്, അതെ റെഡ് കാർപ്പറ്റ് നടക്കണമെങ്കിൽ ടക്സിഡോ ഇല്ലാതെ കയറ്റില്ല. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോയി ഷോപ്പ് ചെയ്ത് ഞങ്ങളൊന്നും ചിന്തിക്കാണ്ട് അങ്ങോട്ട് പോയി. എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല. ആൻഡ് ഭയങ്കര റിവാർഡിങ് ആയിരുന്നു. സിനിമേനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി വരുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ ഈ കമൽഹാസൻ സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്നൊന്നും അതൊന്നും ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ ഞങ്ങളുടെ സിനിമേനെ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്നു. ഫിലിം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസേഴ്സ് മാർക്കറ്റിൽ നമ്മൾ ചില നമ്മുടെ പ്രോജക്ട്സ് പ്രസൻറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ക്രൈറ്റീരിയ. പക്ഷേ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും സമ്മൺ മൈ ബി ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു മേ ജസ്റ്റ് നോട്ട് നോ. ചിലപ്പം ഒരു കോർണർ ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ടോം ക്രൂസ് അതുവഴി നടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ കുഞ്ഞിലെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് അറിയാലോ. ഞാൻ അങ്ങനെ സ്റ്റാർ വർഷിപ്പ് ചെയ്യുന്ന ഒരു ആളല്ല, സ്റ്റാർ സ്ട്രക്ക് ഞാൻ ആവാറില്ല പൊതുവെ. പക്ഷേ ദിസ് വാസ് എ ഹോൾ ഡിഫറെൻറ്റ് വേൾഡ്. ഒരു പക്ഷേ എൻ്റെ ഐഡൽസ്, ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് പടം കണ്ടുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. ഞാൻ അവരെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റില്ലായിപ്പോകും. ആൻഡ് ഐ എം ലൈക്ക് ഓക്കെ ദിസ് ഇസ് റിയൽ. ജൂലിയ റോബർട്ട്സ് ഒക്കെ റെഡ് കാർപ്പറ്റ്, ദിസ് ഇസ് റിയൽ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംസാരിക്കും. അതുപോലെ ഈ പറയുന്ന പോലെ കമൽഹാസൻ സാറിൻ്റെ വിക്രം പടത്തിൻ്റെ NFT ലോഞ്ച് നടക്കുന്നുണ്ട്. ഞാൻ അതുവഴി വെറുതെ നടന്നു പോയിരുന്നു, ഞാനും പ്രവീണും കൂടെ. അപ്പോൾ അവിടെ ഒരു യോട്ടിലാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ശ്രീധർ എന്ന് പറയുന്നൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ശ്രീധർ ഈ പറയുന്ന പോലെ മീഡിയ ആയിട്ടൊക്കെ കണക്റ്റഡാണ്. അപ്പോൾ അതിൽ നിന്നൊരു പുള്ളിക്കാരി ഞങ്ങൾ ഉള്ളിലേക്ക് വിളിച്ചിട്ട്, അത് നാളെ ഇവിടെ ഇങ്ങനെ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, നിങ്ങൾ പ്രൊഡക്ഷൻ ഹൗസസ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ആക്ച്വലി വി ആർ ഓർഗാനിക്സ് ആണ്. അപ്പോൾ നിങ്ങളിത് കവർ ചെയ്യുമെന്ന് ചോദിച്ചു. കവർ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ഏതൊരു കോൺഫിഡൻസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അപ്പം നാളെ എന്തെങ്കിലും നല്ല ഒരു ഇതൊക്കെ ആയിട്ട് നിങ്ങൾ വാന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയത്തില്ല. ഐ എം ഗോയിങ് ടു ആസ്ക് ഹിം ക്വസ്റ്റ്യൻസ് ഓർ ഐ എം സീയിങ് ഹിം വിച്ച് ഇസ് റിയലി ഗ്രേറ്റ്. അപ്പോൾ പോകുന്നതിന് തൊട്ട് മുന്നേ കോർഡിനേറ്റർ വന്നിട്ട് പറഞ്ഞു, അതെ സാറിൻ്റെ ബൈറ്റ് എടുക്കാനാണെങ്കിൽ യു ക്യാൻ ആസ്ക് ഹിം റൈറ്റ് നൗ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവീൺ പറഞ്ഞു എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയില്ല ഇത് എന്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വെറുതെ നിൽക്കുക. അപ്പം പ്രവീൺ പറഞ്ഞു, അതെ സാറിൻ്റെ അടുത്തേക്ക് ചെല്ല്, നമുക്ക് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചോദ്യം ചോദിക്കാം? അപ്പോൾ സാറ് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ബെയർലി ഒരു 30 seconds ആണ്. അപ്പോൾ പുള്ളിക്കാരൻ അതെ സാർ ഇപ്പോൾ പോകാൻ നിൽക്കുക, ഇപ്പോൾ ചോദിക്കണം, ഇപ്പോൾ ചോദിച്ചെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ഞാൻ NFT-നെ കുറിച്ച് ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് മനസ്സിലായതോ 3 ചോദ്യങ്ങൾ വന്നു. പ്രവീൺ അവിടെ ചെന്ന് നിന്നിട്ട് തുടങ്ങിക്കുമെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് ദാറ്റ് ഫാസ്റ്റ്. ഒരുപക്ഷെ ഞാൻ ഒരുപാട് ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുളവാക്കിയാണ്. അപ്പോൾ അത് ഭയങ്കര പെട്ടെന്ന് നടന്നു, പെട്ടെന്ന് സംസാരിച്ചു, പെട്ടെന്ന് കഴിഞ്ഞ് എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ കാൺട്രപ്പേഴ്സ് എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. അപ്പോൾ പ്രണവ്, നമ്മൾ ഈ ഒരു വല്ലാത്ത ജാതിയുടെ വീണ്ടും ഒരു എന്താ പറയുന്നത്, അതിലൊരു മെയിൻ പാർട്ടായിരിക്കും ഇതിൻ്റെ ഒരു DOP വർക്ക് അല്ലേ, DOP ക്യാമറയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ. എൻ്റെ മെയിൻ DOP എന്ന് പറയുന്നത് റഷാദാണ്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് ഭരത് സാഗറാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ് നമ്മൾ വിഷ്വലി കാണുന്നതെല്ലാം. പിന്നെ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഗ്രേഡിങ്, അതാണ് ബിലാൽ ചെയ്തിരിക്കുന്നത്. പിന്നെ CG വിഷ്വൽ എഫക്ട്സ് എടുത്ത് പറയുന്നുണ്ട് എല്ലാവരും. ഒരു ഹോളിവുഡ് സിനിമയുടെ ക്വാളിറ്റി ഒക്കെ കിട്ടുന്ന ആൾക്കാർ പറയും, കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ ശ്രേയസ് റാംബ്രോ ആണ് ഇതിൻ്റെ CG സൂപ്പർവിഷൻ. പകുതി വർക്ക് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളൊരു കൊഹീസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് വിഷ്വൽ നറേറ്റീവ് ഈ പറഞ്ഞ പോലെ തന്നെ ചിന്തിച്ചെടുക്കാനും വരച്ചെടുക്കാനും റെഫറൻസസ് ഒക്കെ കാണിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഈസിയാണ്. അത് കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ ഡിഫിക്കൽട്ടി ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇവരെല്ലാവരും വളരെ നന്നായിട്ട് ഇതിൽ പുഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ട് VFXR കൊടുത്തിട്ട് അങ്ങനെ എന്നല്ല പറയുന്നത്. വി ആർ വർക്കിംഗ് വിത്ത് ദം. സോ എല്ലാം വളരെ മെറ്റിക്കുലേറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് എഴുതി പ്രീ വർക്ക് ചെയ്ത് ചിന്തിച്ച് ലൈറ്റും കാര്യങ്ങളെല്ലാം നോക്കി അതിലൊക്കെ എൻ്റെ ഡയറക്ഷൻ ടീം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നജിൽ, സുലൈമാൻ ഷാ, ഇന്ത്യൻ പല്ലശ്ശേരി, ഇന്ത്യനെ പിന്നെ എല്ലാവർക്കും അറിയാം, ഇടുക്കി ഗോൾഡിൽ വന്നിട്ടുണ്ട്, ആക്ടറാണ്. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ കോർ ഡയറക്ഷൻ ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു പ്ലാനിങ്ങും എക്സിക്യൂഷനും ആണ് സംഭവം എന്ന് പറയുന്നത്. പ്രണവ്, ഇപ്പോൾ 2 മാസം മുമ്പ് ഇറങ്ങിയ ഒരു മ്യൂസിക്കിന്
ഒരു മ്യൂസിക് വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിലൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് മാറണമെങ്കിൽ അതിൽ ബേസിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ എഡിറ്റിംഗ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയൂ. ഇതിൻ്റെ എഡിറ്റർ ആർട്ട് ഓഫ് ശംഭു എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പേര് അതുൽ നാരായണൻ എന്നാണ്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപക്ഷെ ഈ 2 മാസം സമയം എടുക്കാൻ കാരണം അതും കൂടെയാണ്. കാരണം എഡിറ്റർ ഖത്തറിൽ, ഞാനിവിടെ കൊച്ചിയിൽ, ആ സമയത്ത് ഏട്ടൻ ലണ്ടനിലും, പിന്നെ എൻ്റെ CG ചെയ്യുന്ന VFX ചെയ്യുന്ന റാംബ്രോ കണ്ണൂരും, പിന്നെ ഞങ്ങളുടെ അഡീഷണൽ VFX ടീം നോർത്തിലാണ്. അപ്പം ഇത്ര ആൾക്കാർ ഗൂഗിൾ മീറ്റിലിരുന്ന വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? ഗൂഗിൾ മീറ്റിലിരുന്ന് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ കംഫർട്ട് നോക്കാനാണെങ്കിൽ ഇവിടെ തന്നെ ഒരു എഡിറ്ററിനെ പിടിച്ച് കൂടെ പോയിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലായിടത്തും എനിക്ക് ഇന്ന ആളെ തന്നെ വേണം എന്നുള്ളൊരു ഡെസിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക റീസൺ ഉണ്ട്. അതാണ് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ആവുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ എൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വിത്ത് മൈ വിഷൻ. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആ പൊസിഷനിലേക്ക് എത്തുന്നത് വേർ ഐ ക്യാൻ ട്രസ്റ്റ് മൈ പീപ്പിൾ. അവർ ടേബിളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്കിൽ സെറ്റ് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല, അത് എൻഹാൻസ് ചെയ്യത്തുള്ളൂ. അപ്പം ആർട്ട് ഓഫ് ശംഭു ആക്ച്വലി കുറച്ച് ഫേമസ് ആണ്. പുള്ളി ഇറ്റ്സ് എ യങ് ഗൈ. പുള്ളിയുടെ ഇതായിട്ടുള്ള ഈ ഓട്ടോമോട്ടീവ് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കുറേ വീഡിയോസിൻ്റെ എഡിറ്റ്സ് ഒക്കെ ശംഭുവിൻ്റെതാണ്. അപ്പം ശംഭുവിൻ്റെ സ്കിൽ സെറ്റ്സ് ഭയങ്കര നൈസാണ്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇന്ന ഷോട്ട് വേണം, ഇത് കഴിഞ്ഞിട്ട് ഇത് വേണം, എനിക്ക് ഇതിൽ അവിടെ, അത് പറയുമ്പോൾ ഇപ്പം ഞാൻ പോലും അത് ചെയ്യുമ്പോൾ എനിക്കൊരു സ്പീഡിന് ലിമിറ്റേഷൻ കാണും. ഞാൻ ചിന്തിക്കുന്ന സ്പീഡിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, സമയമെടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ചിന്തിക്കുന്ന സ്പീഡിൽ അവനത് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരും. റിയൽ ടൈമിലാണ്. അതെനിക്ക് തോന്നുന്നു അത്രയും നന്നായിട്ട് അവൻ്റെ പണി സാധനങ്ങൾ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളുടെ കഴിവാണത്. സോ ശംഭുവിൻ്റെ അടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശംഭു, ഇപ്പം ഞാൻ ഒരു സാധനം ബേസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും ശംഭുവിന് അത് സ്പെഷ്യലാക്കാൻ പറ്റും. കുറേ ട്രാൻസിഷൻസ് അത് സ്മൂത്ത് ആക്കുക, അതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജിലേക്ക് ശംഭുവിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പം പിന്നെ മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോട്ട് പോലും 3 സെക്കൻഡ് കൂടുതൽ നമ്മൾ വെക്കാറില്ല പൊതുവെ. അത്ര പ്രത്യേകിച്ച് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് വീഡിയോസ്, സിനിമയിലൊക്കെ നമ്മളിങ്ങനെ ഷോട്ടുകൾ സസ്റ്റെയിൻ ചെയ്തു. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ എഡിറ്റിംഗ് മ്യൂസിക് വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഫ്രെയിം കമ്പോസ് ചെയ്യുമല്ലോ, അതിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യും. ഒരു ഷോട്ട് എൻ്റെ സബ്ജക്റ്റ് സെൻട്രലാണെങ്കിൽ അടുത്ത ഷോട്ട് പെട്ടെന്ന് എനിക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ വയ്ക്കാൻ പറ്റത്തില്ല. ഈ 3 സെക്കൻഡിന് പെട്ടെന്ന് നിങ്ങളുടെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ തന്നെ നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആവും എൻ്റെ വർക്കിൽ നിന്ന്. സോ ഓരോ ഫ്രെയിമും കണ്ണിനെ ലീഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്. ഐ മേക്ക് ഷുവർ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ ലാംഗ്വേജ് ഒക്കെ ഞാൻ ശംഭുവിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ഇതെല്ലാം കറക്റ്റായിട്ട് എനിക്ക് ഫ്രെയിം ചെയ്ത് തരും. ഇങ്ങനെ 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 ഇങ്ങനെ. പിന്നെ എനിക്കൊരു സാധനം വർക്കൗട്ട് ആവുന്നെങ്കിൽ ഫയൽ മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് വലിയ വലിയ സൈസുള്ള ഫയൽ മാനേജ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇത്രയും പ്രൊജക്റ്റ് ഡയറക്റ്റും ചെയ്ത് വെയിലും കൊണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കമ്പ്യൂട്ടറിനുള്ളിൽ ഇത്രയും ഫയലുകൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. എനിക്കൊന്ന് എഡിറ്റിങ്ങിനേക്കാൾ ഒരു പക്ഷേ ടഫായിട്ടുള്ള പോർഷൻ അതാണ്. 100-300-500 ക്ലിപ്പുകളിനുള്ളിൽ നിന്ന് 3 സെക്കൻഡ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് മാനേജ് ചെയ്യുന്നത് സ്കില്ല്. സോ അതിൻ്റെയൊക്കെ ഒരുപാട് എനിക്ക് കംഫർട്ടബിൾ ആക്കി തന്നത് ശംഭുവാണ്. അദ്ദേഹം പിന്നെ ഈ പറയുന്ന എഡിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് ഗ്രേഡിന് ബിലാലിൻ്റെ അടുത്ത് കൊടുക്കുന്നു. ബിലാൽ എല്ലാത്തിൻ്റെ ചില ഷോട്ടിലൊക്കെ വെയിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്, സന്ധ്യ ആവുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇറ്റ് ഇസ് ബിക്കോസ് ദ ഗ്രേഡ് കളർ ഗ്രേഡിങ് അത്ര പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതൊക്കെ സൂപ്പർവൈസ് ചെയ്തത് നവനീത് എന്ന് പറയുന്ന നീരജേട്ടൻ്റെ ബ്രദറാണ്. അപ്പം അങ്ങനെ ഒരു ടീം വർക്കാണ്. ഓക്കെ, പ്രണവ്, ഇപ്പോൾ D4 ഡാൻസിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്ന് മുതൽ കാണുമ്പം ശ്രദ്ധിക്കാറുണ്ട്, അതായത് ആ ഒരു ടൈമിലും പ്രണവ് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെയും ഈ സൂപ്പർ ഹീറോസ് അല്ലെങ്കിൽ ഭയങ്കര ഫാൻറ്റസിയിലൊക്കെ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് സൈഡ് കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പം ആ ഒരു ഇഷ്ടം കൊണ്ടാണോ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു GD മൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എത്തിപ്പെട്ടത്? ഞാൻ പേഴ്സണലി എനിക്ക് എൻ്റെ റിയാലിറ്റി മടുത്തു തുടങ്ങുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്ന ആളാണ്. എൻ്റെ കുട്ടിക്കാലം മുതലേ അങ്ങനെയായിരുന്നു. എൻ്റെ കുട്ടിക്കാലം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളോ ചുറ്റുമുള്ളവരിൽ നിന്ന് അത്ര അറ്റൻഷൻ കിട്ടിയ കൂട്ടത്തിലുള്ളൊരു കുട്ടിയല്ലായിരുന്നു ഞാൻ. അപ്പം ഞാൻ ഇൻഡൾജ് ചെയ്തിരുന്നത് കോമിക് ബുക്സ്, പുസ്തകം ഒരുപാട് വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു കളക്ഷൻ ഉണ്ട് വീട്ടിൽ. ഇപ്പോൾ ഒരു 6500 കോപ്പീസോളം കാണും. എല്ലാം കോമിക്സാണ്. പഴയ എൻ്റെ അച്ഛൻ മേടിച്ചു തരുമായിരുന്നു പണ്ട്. പിന്നെ ആഫ്റ്റർ മൈ ഡാഡ്സ് പാസിങ് അപ്പോഴും ഐ കെപ്റ്റ് കണ്ടിന്യൂയിങ്. ഞാൻ ഓരോ പഴയ കടകളിലൊക്കെ പോയിട്ട് ഈ തൂക്കിയിട്ട് അവർ വിൽക്കും. 1 കിലോയ്ക്ക് 30 രൂപ എന്നുള്ള രീതിയിൽ കോമിക്സ് ഒക്കെ ഞാൻ ഇങ്ങനെ ശേഖരിക്കാറുണ്ട്. ചിലതൊക്കെ ഭയങ്കര വിൻറ്റേജ് സാധനങ്ങളാണ്. 1965-70 മാർവലിൻ്റെയും DC-യുടെയും കോപ്പീസൊക്കെ. അതിനൊക്കെ ഇന്ന് ഭയങ്കര വാല്യൂ ഉണ്ട്. പക്ഷെ
ആ സമയത്ത് ആർക്കും അതിൻ്റെ വാല്യൂ അറിയില്ലായിരുന്നു. കാരണം അന്ന് സിനിമകൾ പോലും അത്രയും ടേക്ക് ഓവർ ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. അപ്പോൾ അതൊക്കെ വായിച്ച് ഐ യൂസ് ടു ലവ് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ദാറ്റ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണാമായിരുന്നു, ഉറക്കത്തിൽ ഇഷ്ടം പോലെ കാണാമായിരുന്നു. ലൂസിഡ് ഡ്രീമിംഗ് ഒക്കെ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം എവിടെയോ എങ്ങനെയോ എനിക്ക് എൻ്റെ റിയാലിറ്റിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇപ്പം 3 days മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ സോങ് ഇറങ്ങിയത് ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ എല്ലാവരും ക്രൂ എല്ലാം കൂടി ഇരുന്ന് പുതിയ വീഡിയോ സോങ് ഇപ്പം നീരജേട്ടൻ്റെയൊക്കെ ഒരു വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ട് കാണാമെന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേന് നമ്മൾ കേട്ടോണ്ടിരുന്നപ്പോഴത്തേന് ഓർത്തു ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് കുറേ നാളായിട്ട് ഈ പാട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു മ്യൂസിക് വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു പ്രോസസ്സ് കാണുമല്ലോ. അല്ലെങ്കിൽ ആദ്യം ഓഫ് കോഴ്സ് സോങ് ആയിരിക്കും ഇറങ്ങിയത്, അതിനുശേഷം ഇങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാം. ഇതിപ്പോൾ ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഒരു ജീൻ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബ്ലെൻഡിങ് വരുമല്ലോ ഈ മ്യൂസിക്കും ഇതും തമ്മിൽ. അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഏട്ടൻ കമ്പോസ് ചെയ്ത ട്രാക്കാണ് ഇത്. ഇതിലേക്ക് 2 ഫീച്ചർ വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഐ വാസ് വർക്കിംഗ് ഇൻ എ ടീം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൽബം ഉണ്ട് പടക്കുതിര എന്ന് പറയുന്നത്. ആ ആൽബത്തിലെ ഒരു ട്രാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം സ്ക്രാച്ച് കേൾപ്പിച്ച് തരുമ്പോൾ ഏട്ടൻ്റെ വരികളും ഈ ബാക്കിലത്തെ ട്യൂണും അർജിയുടെ പ്രൊഡക്ഷനും ഉണ്ടായില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം തന്നെയാണ് പിന്നെ എൻ്റെ ചോദിച്ചു, ഈ പറയുന്ന പോലെ ഇതൊരു സോളോ ട്രാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക്, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ചൈൽഡാണ് ഈ സോങ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. അപ്പം ഒരു ഫീച്ചറൊക്കെ വന്നാൽ കൊള്ളാമായിരിക്കും എന്ന് ഞങ്ങളുടെ കോൺവെർസേഷൻസിൽ നിന്ന് ഒരു ഐഡിയ ഉണ്ടായി. ഹി തോട്ട് യുനോ ഒരു ഫീച്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സോങ്ങിന് ഒരുപാട് പൊട്ടൻഷ്യലും പോസിബിലിറ്റി ഉണ്ട്. അന്ന് ഈ പറയുന്ന കോൺസെപ്റ്റോ മ്യൂസിക് വീഡിയോ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ പിന്നെ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു ഓർഗാനിക് പ്രോസസ്സാണ്. അത് തന്നെ അതിൻ്റെ രീതിയിൽ വളരും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു അറബിക് മിഡിൽ ഈസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഇതിനുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെയും വന്നു. ഇത് മറ്റേ ദുബായിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ അറബി, ഒട്ടകം, മരുഭൂമി ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ സംസാരിക്കും. അപ്പോഴൊക്കെ ഏട്ടൻ പറയും അതിനുള്ള ബഡ്ജറ്റൊന്നും കാണില്ല, ബട്ട് യുനോ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. പക്ഷെ ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഏതൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴും ആദ്യം മനസ്സിൽ വരുന്ന ഐഡിയ ഈസ് മോസ്റ്റ്ലി നോട്ട് എ ഗുഡ് വൺ. അത് അത്ര ഈസി ആയിട്ട് ആദ്യം തന്നെ എനിക്ക് കിട്ടാമെന്നുണ്ടെങ്കിൽ അത് വേറെ ആർക്കും കിട്ടാം. ആൻഡ് അത് ഡെലിവർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആവും. ആൻഡ് എനിത്തിങ് ദാറ്റ് ഈസ് പ്രഡിക്റ്റബിൾ സ്റ്റോപ്സ് ബീങ് എക്സൈറ്റിംഗ്. മനസ്സിലായി? അപ്പം എനിക്ക് ചെറിയ റിസ്ക് എടുക്കാൻ കുറച്ച് താല്പര്യമുള്ള ആളാണ്. ഫോർ എക്സാമ്പിൾ, ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു സാധനം നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന് 2 പോസിബിൾ റിയാക്ഷൻസ് ആണ് ഉണ്ടാവുക. ഒന്ന്, ആൾക്കാർ ഭയങ്കര ഷോക്ക്ഡ് ആയി പോകും ആൻഡ് ദേ വിൽ അബ്സല്യൂട്ട്ലി ലവ് ഇറ്റ്. അല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അവർ കംപ്ലീറ്റ്ലി ഈ ഐഡിയ ആയിട്ട് ഡിസ്കണക്റ്റഡ് ആയിപ്പോൾ ഇവർക്ക് ഇതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. ആൻഡ് സ്പെസിഫിക്കലി 2 മാസമൊക്കെ ഓടിയ ഒരു ട്രാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ 2 മാസം ആൾക്കാർ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുക. സോ ഓട്ടോമാറ്റിക്കലി ഇവരുടെ മനസ്സിലൊരു മ്യൂസിക് വീഡിയോ ഉണ്ടായി കഴിഞ്ഞു. അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസും അവരുടെ ടേസ്റ്റുകളും ആ ഒരു യുണീക്നെസ്സുമായിട്ട് ദേ ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് എ വിഷ്വൽ ഫോർ ദിസ് സോങ്. അപ്പം നമ്മൾ വേറൊരു സാധനം ഞാൻ അത് തന്നെയാണ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി. പക്ഷെ ഞാനതൊരു വീഡിയോ ആയിട്ട് അവരുടെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇറ്റ് ഈസ് സോ കോൺട്രഡിക്റ്റിംഗ് ടു വാട്ട് ദേ ഹാവ് ഓൾറെഡി സീൻ. അങ്ങനെയുള്ളപ്പോൾ ഒന്നെങ്കിൽ ദേ വിൽ അക്സെപ്റ്റ് ഇറ്റ്, ഓ ദിസ് ഈസ് മച്ച് ബെറ്റർ, ഇല്ലെങ്കിൽ ദേ വിൽ റിജക്റ്റ് ഇറ്റ്, ഇത് ഞാൻ കണ്ട പോലൊന്നും അല്ല, ഇത് അതുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയും. ബട്ട് എനിക്ക് സേഫായിട്ട് കളിക്കാൻ ഒരു ഇത് തോന്നാറില്ല. ബിക്കോസ് ഇഫ് വി ഹാഡ് പ്ലേഡ് സേഫ്, ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിസപ്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ മ്യൂസിക് വീഡിയോ എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ടൈമാണ് നമുക്കുള്ളത്. ഇപ്പം ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്തതിൽ നിന്ന് പഠിച്ചൊരു കാര്യം, യൂട്യൂബിൽ മ്യൂസിക് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ സിനിമയിൽ കൊടുക്കുന്ന പോലെ ഒരുപാട് എക്സ്പോസിഷൻ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. കഥ എവിടെ നിന്ന് തുടങ്ങുന്നു, കുറച്ചുകൂടെ ഡീറ്റെയിലേക്കൊക്കെ പോയി അത്രയും ടൈം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഒരു സോങ് ഇപ്പോൾ ഇതിന് തന്നെ ഞാൻ കുറേ കാല് പിടിച്ചിട്ടാണ് ഈ പാട്ട് ഡയറക്റ്റ് തുടങ്ങാതെ അതിന് പിന്നെ ഒരു പോർഷൻ ഉണ്ട് അല്ലേ, അത് ശരിക്കും അത് കൂടുതൽ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. അപ്പോൾ അത്രയും ഇൻട്രോയുടെ ഡ്യൂറേഷൻ കൂടുന്തോറും എൻഗേജ്മെന്റ് കുറയും. ബിക്കോസ് യു ആർ നോട്ട് ഗെറ്റിംഗ് ടു ദ സോങ് അല്ലേ. ഇത് സോങ് ഓൾറെഡി വർക്ക്ഔട്ട് ആയതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകും. സോ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഏകദേശം ഓൾറെഡി ഐഡിയ ഉള്ള ഒരു തീം എടുക്കുമ്പോൾ ഇറ്റ് ഇസ് മച്ച് ഈസിയർ ഫോർ ദം. ആ ഗ്യാപ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഫിൽ ആവും. അലാവുദ്ദീൻ അത്ഭുത വിളക്ക് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കോൺസെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും അത് എൻ്റെ ഒറിജിനൽ തോട്ടല്ല, അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ അത് ആൾക്കാർക്ക് ഭയങ്കര ഫെമിലിയറാണ്. സോ വാട്ട് എവർ ഇസ് ഹാപ്പനിങ്, ഇതിലൊരു ഡയലോഗ് പോലും ഇല്ല അല്ലേ, പക്ഷെ ആൾക്കാർക്ക് ഏകദേശം സംഭവം മനസ്സിലാവുന്നുണ്ട്, ഇതാണ് ഈ ലോകം. അപ്പം ഞാൻ കൂടുതലും ക്യാരക്ടർ ഡ്രിവൻ ആയിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ജീനിയുണ്ട്, ജാഫറുണ്ട്, അലാവുദ്ദീനുണ്ട്. ഈ ക്യാരക്ടേഴ്സാണ് ഈ മ്യൂസിക് വീഡിയോയുടെ മെയിൻ. ബാക്കിയെല്ലാം അതിൻ്റെ പ്രിമൈസും എസ്തെറ്റിക്സും ആണ്. സോ ഇത് ചേട്ടൻ്റെ അടുത്ത്
ആദ്യം പാട്ട് കേട്ടപ്പോൾ ഈ ഐഡിയ എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. പക്ഷെ പിന്നെ ഏട്ടൻ ഈ രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് 3 കഥാപാത്രങ്ങളുണ്ട്, 3 ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ 3 ക്യാരക്ടേഴ്സിനെയും കാരണം നമുക്കിപ്പോൾ മ്യൂസിക് വീഡിയോസ് എന്ന് പറയുമ്പോൾ 4 തരമുണ്ട്. ഒന്ന് വിച്ച് ഇസ് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ കഥയെ ഫോക്കസ് ചെയ്ത് പോകും. 2 വിച്ച് ഇസ് പെർഫോമേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുക. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. സ്റ്റാർട്ട് വെൻ ദിൽ ബി പെർഫോമിങ്, നല്ല എസ്തെറ്റിക്സ് ആണ്, നല്ല കോസ്റ്റ്യൂംസ് ആണ്, നല്ല ക്യാമറ എഡിറ്റിംഗ് ആൻഡ് ട്രിക്സ് ആണ്. മൂന്നാമത്തെ ഇസ് എക്സ്പെരിമെൻ്റൽ. അപ്പം നമ്മൾ കാണുന്ന വിഷ്വലും പാട്ടും തമ്മിലൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും ഇറ്റ് ഇസ് വിയേർഡ്. അതിൻ്റെ യുണീക്നെസ് ആ വിയേർഡ് ആയിട്ടുള്ള ഒരു പിക്ചറൈസേഷനാണ്. നാലാമത്തെ പറയുന്നത് ഈസ് മിക്സിങ് ഓൾ ഓഫ് ദിസ് ടുഗദർ വിച്ച് ഈസ് കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട്. ഞാനിതിൽ മിക്സ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നറേറ്റീവും പെർഫോമേറ്റീവും ഇത് രണ്ടുമാണ് മെയിൻലി മിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവരെല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, ദേ ആർ ഓൾ സിംഗേഴ്സ്. സോ അവരുടെ നീരജ് ചേട്ടനൊക്കെ കിടലൻ ഡാൻസറാണ്. ഈസ് എ റിയലി ഗുഡ് ഡാൻസർ ആൻഡ് ഈസ് എ റിയലി ഗുഡ് ആക്ടർ. ആൻഡ് ബേബി ജീൻ ഈസ് ഓൾസോ ലൈക്ക് പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് വെൻ ഈസ് ആക്ടിങ് എ ക്യാരക്ടർ ഇസ് റിയലി ഗുഡ്. ആൻഡ് ഡാബ്സ് ഈസ് ഓൾസോ സോ മച്ച് ഫൺ ടു വാച്ച് വെൻ ഈസ് പെർഫോമിങ്. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു മ്യൂസിക് വീഡിയോയിൽ അപ്പുറം നമുക്ക് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ആ പ്ലേസ്മെൻ്റ് അവിടെ വരുന്നത്. സോ ഇപ്പോൾ കോൺസെപ്റ്റും തീമും എനിക്കറിയാവുന്നൊരു സാധനം ഞാൻ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ഫോളോഡ് ദി സെയിം പ്രോസസ് ബിഫോർ ഓൾസോ. ഒരു ഇന്ത്യ ആർട്ടിസ്റ്റ് ഉണ്ട് സിസോ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു ചെറിയൊരു മ്യൂസിക് വീഡിയോ ചെയ്തായിരുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാവരോടും. അത് മെർമെയ്ഡിൻ്റെ കോൺസെപ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് കുമ്പളങ്ങിയിൽ അവിടുത്തെ വെള്ളത്തിൽ ഒരു ഇന്ത്യനൈസ് വേർഷൻ ഓഫ് മെർമെയ്ഡ്. കാരണം ഞാൻ എവിടെയും ബ്രൗൺ മെർമെയ്ഡിനെ കണ്ടിട്ടില്ല, സമ്മൺ ഫ്രം മൈ കൾച്ചർ, ആ ഒരു അഡാപ്റ്റേഷൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് വരയ്ക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം ഞാൻ കാണുന്ന സാധനങ്ങൾ എനിക്ക് വരച്ചു വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇന്ത്യൻ മെർമെയ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ പട്ടുസാരി അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക് ഓഫ് സാരീസ്, അതിൽ നിന്നുണ്ടാവുന്ന ടോപ്പും പിന്നെ ഫൈറ്റർ ഫിഷിൻ്റെ ഒരു ബേസും പിന്നെ ഗ്രീൻ കളർ, അങ്ങനെയൊക്കെ ഓരോ വിഷ്വൽസ് ഉണ്ട് എൻ്റെ മൈൻഡിൽ. സോ ഇത് വരച്ചിട്ട് മറ്റൊരാളെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ്. എനിക്ക് എൻ്റെ ഐഡിയാസ് ഇങ്ങനെ ഒരു സാധനം കണ്ടെന്ന് പറയുമ്പോൾ ഐ ലൈക്ക് ലുക്കിംഗ് അറ്റ് പീപ്പിൾസ് ഫേസ് ആൻഡ് സീയിങ് ലൈക്ക് ഹൗ ഡു ദേ ഫീൽ അബൌട്ട് ഇറ്റ്, അല്ല ആർ ദേ ഗെറ്റിംഗ് വാട്ട് ഐ എം സീയിങ്. അപ്പം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഒരു സിനിമയിലോട്ടൊക്കെ വരുമ്പോഴായിരിക്കും ഞാൻ ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള തോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. പക്ഷേ മ്യൂസിക് വീഡിയോസിലേക്ക് വരുമ്പോഴത്തേക്ക് എത്രയും ഈസി ആയിട്ട് ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉദ്ദേശിക്കുന്നു. ആക്ച്വലി എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ഇതിനൊരു ഫോളോ അപ്പ് ആയിട്ട് ആ ഒരു ആവോനയുടെ. അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ആൾക്കാരൊട്ടും എന്താ പറയുക എക്സ്പെക്ട് ചെയ്തൊരു സാധനം അവർക്ക് കൊടുക്കുമ്പോഴായിരിക്കും ഒന്നെങ്കിൽ അത് 2 റെസ്പോൺസ് നമുക്ക് കിട്ടും. അപ്പം ഞാനിങ്ങനെ ഈ ഒരു ആവോന കാണുമ്പോഴാണ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താണ് നെക്സ്റ്റ് സംഭവിക്കുന്നുള്ളത്. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ പ്രണവിൻ്റെ വർക്കുകളിൽ അങ്ങനെ ഒരു ജെൽ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡിങ് കാണുന്നുണ്ട്. അതായത് ഒരിക്കലും ഒന്നിക്കാത്ത 2 ആളുകളായിരിക്കും, ഒരു മനുഷ്യനും ഒരു മെർമെയ്ഡും അല്ലേ. അപ്പോൾ അവർ രണ്ടുപേരുടെ ഒരു പ്രണയം കാണിക്കുന്നൊരു മ്യൂസിക്കൽ ആൽബമാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ കുറേ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ പ്രണവ്. കാരണം അവിടെ നോക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും കുറേ കാര്യങ്ങൾ. അതായത് ഒരു ചെറിയ സ്പേസ് ആണ് അവിടെ, ഒരു പാലം മാത്രമേ ഉള്ളൂ. അവിടെ എന്തൊക്കെ കൊണ്ടുവരാമോ അത്രയൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു വീഡിയോ. അത് ട്രൂലി ഇൻഡി പ്രൊഡക്ഷനാണ്. അപ്പോൾ അതും എൻ്റെ അതിൽ എൻ്റെ DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന സബി പൗലോസ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്. വാലാട്ടിയിലൊക്കെ അദ്ദേഹം ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഞാൻ ഈ കോൺസെപ്റ്റ് പറയുന്നൊക്കെ ഉണ്ട്. അതാണെങ്കിൽ മഴക്കാലം കൂടാണ്. അപ്പം ഇത് എഴുതുമ്പോൾ ഭയങ്കര സുഖമാണ്, നമ്മൾ പ്രാക്ടിക്കലി ഒന്നും ചിന്തിക്കേണ്ട. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൊരു ചിന്ത കാണുമല്ലോ. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ PVC പൈപ്പ് വെച്ച് ചങ്ങാടമൊക്കെ കെട്ടി DOPനെ അതിൻ്റെ മുകളിലിരുത്തി അങ്ങനെ അതൊരു ഫൺ പ്രോസസ്സും കൂടെ ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ. പക്ഷേ ഇതിലത്തെ അണ്ടർലൈൻ തീം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വർക്കുകളിൽ സബ് ടെക്സ്റ്റ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അതൊരു സിമ്പിൾ ഹാപ്പി ഗോലക്കി ലവ് സ്റ്റോറി ആണെങ്കിൽ പോലും അതിനൊരു സബ് ടെക്സ്റ്റ് ഉണ്ട്. അത് ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ ചിലപ്പോൾ നിർബന്ധിച്ചാലൊക്കെ ഞാൻ ചിലപ്പോൾ ഡീകോഡ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ അതിൽ കോൺസെൻ്റ് എന്ന് പറയുന്നൊരു സബ് ടെക്സ്റ്റ് ഉണ്ട്. അത് ഇവരിയ്ക്കുന്ന തട്ടിൻ്റെ ലെവല് ആദ്യം ഷീസ് ഡൗൺ ദെയർ ഇൻ ദ വാട്ടർ ആൻഡ് ഹീസ് അപ്പ് ദെയർ, ഹി ഹാസ് ആൻ അപ്പർ ഹാൻഡ്. അത് അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഷിഫ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഇറ്റ് കംസ് ടു എ പോയിന്റ് വെയർ ഹി ഹാസ് ടു ഗെറ്റ് ഡൗൺ ആൻഡ് ദേ ആർ ബാലൻസ്ഡ്. പക്ഷേ ഇതാ പാട്ട് ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇത് എൻ്റെ ഓരോ ചെറിയ കുസൃതികളാണ്. ഐ ജസ്റ്റ് ലവ് ഡൂയിങ് സ്റ്റഫ്. ആൻഡ് അത് കവിതയിലാണെങ്കിൽ എല്ലായിടത്തും എനിക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ അവിടെ ഇവിടെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഈ തീം ഓഫ് 2 people, 2 പേരും ഒന്നിക്കാത്തതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ പ്രോജക്റ്റും ഒരു ഡിഗ്രി വരെയെങ്കിലും മാക്സിമം പേഴ്സണൽ ആക്കാൻ നോക്കാറുണ്ട്. അത് മനസ്സുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് അല്ലാതെ ഇൻ്റലക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ്
ആണ് എന്ന് തോന്നുന്നതിലപ്പുറം എനിക്ക് പേഴ്സണലി അതിലൊരു സ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ആ പ്രോജക്റ്റിനോട് കുറച്ചുകൂടെ നീതി പുലർത്താൻ പറ്റും. പിന്നെ ഇറ്റ്സ് ദ സെയിം തിങ്, പീപ്പിൾ സെപ്പറേറ്റിംഗ്, പീപ്പിൾ നോട്ട് ബീങ് ഏബിൾ ടു ബി വിത്ത് ഈച്ച് അതർ ആൻഡ് ലവ് സ്റ്റോറീസ് ഫെയിലിംഗ്, ഇതെല്ലാം കുറച്ച് പേഴ്സണലാണ് എനിക്ക്. ആൻഡ് എൻ്റെ മ്യൂസിക് വീഡിയോസ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു എക്സസൈസ് ആണ് എനിക്ക്. എൻ്റെ സിനിമ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ടെക്നിക്കലി അതിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ വളരെ മിനിമൽ ലെവലിൽ എക്സ്പ്ലോർ ചെയ്യുന്ന മ്യൂസിക് വീഡിയോസിൽ കൂടെ. സോ ഇറ്റ്സ് ബേസിക്കലി സ്കൂൾ ഫോർ മൈസെൽഫ്. ഞാൻ മ്യൂസിക് വീഡിയോസ് ഉണ്ടാക്കുന്നത് എൻ്റെ സന്തോഷത്തിനും എനിക്ക് പഠിക്കാനും പിന്നെ അതിൽ നിന്നുണ്ടാവുന്ന ഓഡിയൻസ് റിയാക്ഷനെ സ്റ്റഡി ചെയ്യാനും കൂടിയാണ്. സോ maybe when you see my first film you will see bits and pieces of all of this there. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന കഥയിൽ ഇതിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ കാണും. അത് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല. പക്ഷേ മൈ മീൻ ടു സേ ഇസ് ദാറ്റ് ഷോർട്ട് ഫോർമാറ്റിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എവറിത്തിങ് ഈസ് വെരി പേഴ്സണൽ. ഇപ്പോൾ പ്രണവ് പറഞ്ഞു പ്രണവിൻ്റെ ഒരു സിഗ്നേച്ചർ എല്ലാത്തിലും ഉൾക്കൊള്ളിക്കാൻ പ്രണവ് ശ്രമിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു 5 years ബാക്കിലുള്ളൊരു ജോഷ് ഷോക്കിൽ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. അതായത് ഒരു കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ പങ്കുവെക്കുന്നത്, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന ഒരു കാര്യം പറയും. അപ്പം അതിലിങ്ങനെ പറയുന്നുണ്ട്, സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കിന് ഒരു ജയൻ്റെ അതൊരു ഫാൻസി ഷോ ആയിരുന്നു അല്ലേ, ഫാൻസി ഡ്രസ് ഷോ ആയിരുന്നു. അപ്പോൾ അതിലേക്ക് കയറുമ്പോഴത്തേക്കിന് അത്രയും ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യുന്ന അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല നന്നായിരിക്കും പ്രണവ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ ചെയ്ത കുറേ കാര്യങ്ങൾ കണ്ണാടി വെച്ച് കണ്ണടച്ച് ചെയ്തു. പക്ഷെ ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് മൈക്ക് ഓൺ അല്ലായിരുന്നു. അപ്പോൾ പ്രണവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഞാൻ എൻ്റെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ്, അതായത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ച് പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ആൾക്കാരത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ എന്തുകൊണ്ടും ചെയ്തോട്ടെ, എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഇപ്പോൾ D4 ഡാൻസിലാണെങ്കിലും പ്രണവ് ചെയ്ത ഏതൊരു വർക്കിലാണെങ്കിലും ആ ഒരു സിഗ്നേച്ചർ ഉണ്ട്. അതായത് പ്രണവിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് മുഖ്യം. അതിപ്പം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രണവ് നോക്കുന്നില്ല. അത് അങ്ങനെ തന്നെയാണോ മുമ്പോട്ട് പോകുന്നത്, ആ ഒരു സ്ട്രാറ്റജി? അതിൻ്റെ ഐറണി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. ഈ സ്ട്രൈവ് ഫോർ അത് സന്തോഷം പോലൊരു സാധനമാണ്. നമുക്ക് അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കാം. അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കഴിഞ്ഞാൽ യു വിൽ ഫീൽ കണ്ടന്റ്. പക്ഷെ അത് കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട്. അത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഞാൻ തിയേറ്റർ പഠിക്കുമ്പോൾ എൻ്റെ സൗരഭ് സസ്തേവ അദ്ദേഹം ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആസ് ആൻ ആർട്ടിസ്റ്റ് യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് കണിപ്പടി, ഒരുപാട് VFXും, ഒരുപാട് അത് ഇതൊക്കെ നമുക്കിങ്ങനെ വെച്ച് റാപ്പപ്പ് ചെയ്യാം. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഈസ് ഗോയിങ് ടു കൗണ്ട് ഈസ് ഹൗ ഡീപ്പ് യു ഗോയിങ് ടു ഇറ്റ്. ഒരുപാട് ചെയ്യുന്നതിലല്ല, ഒരുപാട് ആഴത്തിൽ പോകുന്നതിലാണ് കാര്യം എന്ന് പറയാറുണ്ട്. സോ ഞാൻ ചെയ്യുന്ന വർക്കുകളിൽ ഞാൻ അത്രയും ആഴത്തിൽ പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. സോ ബേസിക്കലി അപ്പം നമ്മൾ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം മറന്നു. എൻ്റെ ഓഡിയൻസ് ആരാണ്, അവർക്കിത് ഇഷ്ടപ്പെടുമോ, അവർക്കിത് മനസ്സിലാവുമോ, അത് അങ്ങനെയുള്ള എക്സ്ട്രാ ബേർഡനിൽ നിന്ന് നമ്മൾ ഭയങ്കര ലിബറേറ്റഡ് ആവും. വിച്ച് ഈസ് ഗോയിങ് ടു ദിസ് വെരി സെക്ലൂഡഡ് ബബിൾ. ആ ബബിളിനുള്ളിൽ ഇരുന്ന് പ്രവർത്തിക്കാൻ ഭയങ്കര രസമാണ്. യു എൻജോയ് ദ പ്രോസസ്. ആൻഡ് അതിൽ നിന്നുണ്ടാവുന്ന മിസ്റ്റേക്സ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ അതിൽ നിന്നുണ്ടാവുന്ന വിജയങ്ങൾക്കും അതിൽ നിന്നുണ്ടാവുന്ന തോൽവികൾക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കും. ഞാൻ ഒരിക്കലും പറയത്തില്ല എൻ്റെ ഓഡിയൻസ് അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ഇതിന് ടേസ്റ്റ് ഇല്ല, അതിപ്പോൾ വരുമ്പോഴേക്കും ഇനി 5 വർഷം എടുക്കും, എനിക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഐ വിൽ ഓൺ ഇറ്റ്. ഇത് വർക്കൗട്ട് ആയെങ്കിൽ യെസ് എനിക്കിതിൽ വലിയൊരു പങ്കുണ്ട്. ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ യെസ് അതും എൻ്റെ ഒരു ഇതാണ്, ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. സോ ഐ തിങ്ക് അതാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇസ് ഇൻ ഹൗ മച്ച് സ്പേസ് ഐ ക്രിയേറ്റ് ഫോർ മൈസെൽഫ് വെൻ ഐ എം എക്സ്പ്ലോറിങ് ദീസ് തിങ്സ് എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ജിസ്റ്റോയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഡയറക്ടർ. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ വാക്കുകളാണ്, വർക്ക് ഹാർഡ് ഇൻ സൈലൻസ്, ലെറ്റ് യുവർ സക്സസ് ബി ദ നോയ്സ് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു വേർഡിങ്സ് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളാണോ? ഞാൻ കുറച്ചാൾ സൈലന്റ് ആയിട്ടാണോ ചോദിച്ചത്? അതുകൊണ്ട് മാത്രമല്ല, കാരണം ഇപ്പം ആ ജോഷ് ഷോക്കി പറയുന്നുണ്ട്, കാരണം തുടക്കത്തിൽ പറയുന്നുണ്ട് ഇപ്പം ഞാൻ ആരാണെന്നുള്ളൊരു ചോദ്യം എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞും കേട്ടും അഭിമാനം കൊണ്ടും പറയേണ്ട ഒരു പേരാണ് പ്രണവ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ജേണി ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. എനിക്ക് ഒരു 17-18 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം D4 ഡാൻസിലേക്ക് ഞാൻ വരുമ്പോൾ എനിക്ക് അത്രയും ആൾക്കാരുടെ അറ്റൻഷൻ ഞാൻ യൂസ് ടു അല്ല അന്ന്. അന്നൊക്കെ എനിക്ക് ആൾക്കാരുടെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാണ്. എവറിബഡി ലവ്സ് ടു ബി ഫേമസ് ആൻഡ് ബി പോപ്പുലർ ആൻഡ് ബി ഐഡൻറ്റിഫൈഡ്. ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്കത് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. പക്ഷെ അത് അതേ സമയത്ത് ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാനൊക്കെ നോക്കുമ്പോൾ ഒരു പൊതുസ്ഥലത്ത് പോകുമ്പോൾ ഒരാളെന്നെ നോക്കി ചിരിക്കുമ്പോൾ എനിക്ക് തിരിച്ച് അവർക്ക് ആ ഒരു പ്ലസൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ ഞാൻ അതിന് മുന്നേ ഒരു 100 വട്ടം ഓരോ കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോഴത്തേക്ക് ആ മൊമെൻറ്റ് ലോസ്റ്റ് ആയി നമുക്ക്. അപ്പം ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. പക്ഷെ
സ്ലോലി ഈ ഒരു ഫീൽഡിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് യു ഗെറ്റ് കംഫർട്ടബിൾ അറൗണ്ട് ക്യാമറ. പണ്ടൊക്കെ എനിക്ക് ക്യാമറ ഭയങ്കര പേടിയായിരുന്നു. എനിക്കിങ്ങനെ ക്യാമറമാനൊക്കെ ഇങ്ങനെ തോക്കും പിടിച്ചിരിക്കുന്ന പോലെയൊക്കെയാണ് ഞാൻ കാണുന്നത്. ബട്ട് ഐ ലവ്ഡ് സിനിമ, ഐ ലവ്ഡ് പെർഫോമിങ്. സോ യു ലേൺ ടു ബി ഓക്കെ വിത്ത് ദിസ് തിങ്. അപ്പം ഈ പറയുന്ന പോലെ സൈലൻസിലിരുന്ന് വർക്ക് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ആയി പോകുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അവരുടെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു സാധനം ഡീപ്പായിട്ടൊന്നും ചെയ്യുമ്പോഴും നമ്മൾ മെൻ്റലി ഇമോഷണലി കട്ടായി പോകും. ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒരു 90% വീഴും. അത് എനിക്ക് ഈ പറയുന്ന പോലെ അറ്റൻഷൻ ഇഷ്യൂസ് ഉണ്ട് എനിക്ക്. പക്ഷേ അത് വളരെ കോൺഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫാദിക്ക വന്നിട്ട് പറയുന്നുള്ളൂ പുള്ളിക്ക് ADHD ഈയിടെയാണ് പുള്ളി റിയലൈസ് ചെയ്യുന്നത്. ഇപ്പം ഞാനും ഈയിടെയാണ് റിയലൈസ് ചെയ്യുന്നത്. ആൻഡ് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആസ് എൻ ആർട്ടിസ്റ്റ് യു ക്രിയേറ്റ് യുവർ ഓൺ മെത്തേഡ്. ആൻഡ് സൈലൻസിൽ പോയി വർക്ക് ചെയ്യുന്നത് ഞാൻ ഭയങ്കര പ്ലഷറബിൾ ആയിട്ട് കാണുന്ന ഒരാളാണ്. അതൊരു ഞാൻ സൈലൻസിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ വന്നിട്ടൊരു പൊളി പൊളിക്കുക ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ചെയ്യുന്നതല്ല അത് ശരിക്കും. എൻ്റെ 4 ചുമരുകൾക്കുള്ളിലിരുന്ന് എൻ്റെ ഒരു ചെറിയ പുസ്തകത്തിനുള്ളിൽ എഴുതുക, വരയ്ക്കുക. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് കഫേയിൽ രാത്രി പോയിരുന്നു. എനിക്ക് രാത്രി ഭയങ്കര ഇഷ്ടമാണ് കഫേയിൽ രാത്രി പോയിരുന്നു എഴുതുന്നത്, വരയ്ക്കുന്നത്. അപ്പം സ്ഥിരമായിട്ട് പോകുന്ന കഫേയിലെ ചേട്ടന്മാരുടെ അടുത്തും ചോദിക്കാറുണ്ട്, നീ ഡെയിലി ഒന്ന് എഴുതാറുണ്ട്, എന്താ പരിപാടിയും ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം അത് കാണിക്കാറായിട്ടില്ല, സെറ്റാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറയും. സോ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഐറണി, പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ തോന്നും ഇതിനൊക്കെ കുറച്ച് വട്ട് വേണമെന്നുള്ളൊരു രീതിയിൽ അവർ ചിന്തിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന ആളുടെ ഒരു അവസ്ഥ എന്ന് ഓർത്ത് തിരക്കഥ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇറ്റ് ക്യാൻ ബി എനിവെയർ ബിറ്റ്വീൻ 1 year to 5 years. ഇല്ല അത്രയും നാൾ അവർ ആ സ്റ്റോറിയായിട്ട് സഞ്ചരിക്കുക. ഇതിൻ്റെ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 3 വർഷം കൂടെ പിടിച്ചു. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഞാൻ ഒരു സിനിമയ്ക്ക് 2 to 5 years പറയാം. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിധി എഴുതപ്പെടുന്നത് 2 മണിക്കൂർ സ്ക്രീനിങ് കഴിഞ്ഞിട്ടാണ് ഇല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ 2 മാസം ഈ മ്യൂസിക് വീഡിയോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഇപ്പം എല്ലാവരും അത് കണ്ടിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുവാണെങ്കിലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാണെങ്കിലും 3 മിനിറ്റിനുള്ളിൽ പരിപാടി തീർന്നു അല്ലേ. 3 to 5 minutes ആ സാധനം തീർന്നു. സോ കൺവെൻഷനലി ഒരു പ്രീവിയസ് ജനറേഷനിലുള്ള എൻ്റെ പേരൻസുള്ള ആൾക്കാർ ചിലപ്പം ചിന്തിക്കും ലൈക്ക് വൈ ഇത്രയും എനർജിയും സ്ട്രെസ്സും എടുത്തിട്ട് ഇത്ര പെട്ടെന്ന് തീർന്ന ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ഡെഡിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് അവർ ചിന്തിക്കും. പക്ഷേ അതിൻ്റെ സന്തോഷം വേറെയാണ്. മറ്റേ ഉദയനാട് താരത്തിൽ ലാസ്റ്റിൽ മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഡയറക്റ്റഡ് ബൈ എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെയും വേണമെന്ന് നമുക്ക് തോന്നും. അതിനുള്ളൊരു ട്രിബ്യൂട്ടായിരുന്നു മറ്റേ കൂടെന്നുള്ളൊരു ഷോർട്ട് കൂട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഉണ്ടാക്കാൻ നേരം. അല്ല ഇപ്പൊ പറഞ്ഞിട്ട് കണക്ട് ചെയ്യാൻ പറ്റി, അതാണ് ഞാൻ ചോദിച്ചത്. ബിക്കോസ് കൂട് ശരിക്കും പറഞ്ഞാൽ കോവിഡിന്റെ സമയത്ത് ഞാൻ ആദ്യം DJ റിബിൻ റിച്ചർഡും എൻ്റെ ഫ്രണ്ട് നിഹാൽ സാദിഖ് ഇവർ രണ്ടുപേരും ചെകുത്താൻ എന്ന് പറയുന്നൊരു ട്രാക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ട്രാക്കാണ്. ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാനിരുന്ന മ്യൂസിക് വീഡിയോ അതായിരുന്നു. അപ്പോൾ അത് ആദ്യം എൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളും ഞാൻ ഡേ നൈറ്റ് കുറേ സ്റ്റോറി ബോർഡൊക്കെ ഇട്ട് വരച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. ആൻഡ് ആ സോങ് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് കോവിഡ് വന്നു, ഞങ്ങളെല്ലാവരും ലോക്ക്ഡൗണിൽ പോയി. ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം ആദ്യമായിട്ട് എനിക്കൊരു പ്രൊഡ്യൂസറിനെ കിട്ടി. എൻ്റെ ഫ്രണ്ട് ഓസ്ട്രേലിയൻ ദൂത വാസ് റെഡി ടു പ്രൊഡ്യൂസർ. പുള്ളിക്കാർക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത്രയും നാൾ കാത്തിരുന്നിട്ട് ഞാൻ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യില്ല. അങ്ങനെ 2-3 വർഷം ഏത് പാട്ട് വന്നാലും ഞാൻ എടുക്കാതെ ഇങ്ങനെ ഇരിക്കാറ്. ഫൈനലി എനിക്ക് ഇങ്ങനെ കൈ വന്ന് കിട്ടിയ പാട്ടാണിത്. ആൻഡ് ഇത് കോവിഡൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കിത് ഇത്രയും ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം. കാരണം ആ പാട്ട് എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പം ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി എൻ്റെ DOP സബി പൗലോസ് വീട്ടിൽ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട്, നാളെ രാവിലെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാം. ഞാൻ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം വരുന്നില്ല. ഞാൻ വിചാരിച്ച് ഉറങ്ങിപ്പോയി കാണാം. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്കൊരു മെസ്സേജ് വരിക, അത് എൻ്റെ ബിൽഡിംഗ് കണ്ടെയ്ൻമെൻറ്റ് സോണിലാണ്, ഡബിൾ ലോക്ക്ഡൗൺ ആണ്, ഇവിടുന്ന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഒരാഴ്ചത്തേക്കെങ്കിലും. അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ആരില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് വെച്ചിട്ട് ആ വീട്ടിൽ ഒറ്റയ്ക്ക് എൻ്റെ ഫോൺ വെച്ചിട്ട് ചെയ്ത ഷോർട്ട് ഫിലിമാണ് കൂടെന്ന് പറയുന്നത്. പക്ഷെ അതെൻ്റെ ഒരു വിധത്തിൽ എൻ്റെ ഫിലിം സ്കൂളും കൂടെയാണത്. അതിൻ്റെ എഴുത്ത്, സ്റ്റോറി ബോർഡ്, എഡിറ്റിങ്, കളറിങ്, VFX, സൗണ്ട് ഡിസൈന് ഇതെല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്കായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞൊരു ബബിള് എനിക്ക് തോന്നുന്നു ആ കോവിഡിൻ്റെ ഫ്രസ്ട്രേഷനും കൂടെ ഞാൻ ഇല്ലേ ഒരു കൂട്ടിലിട്ട കിളികളെ പോലെയാണ് നമ്മളെല്ലാവരും ഫീൽ ചെയ്തത്. ആൻഡ് എനിക്ക് ഒബ്ജക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം റൂബിക്സ് ക്യൂബ് ആണെങ്കിലും ജീനിയുടെ വിളക്കാണെങ്കിലും
ഈ പറയുന്ന പോലെ ഒരു കിളിക്കൂടാണെങ്കിലും ഇതിനൊക്കെ ഞാൻ ഒരുപാട് അർത്ഥം കൊടുക്കുന്ന ഒരാളാണ്. എനിക്കൊന്ന് കുഞ്ഞിലെ വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളിലൊക്കെ ഞാൻ ഒരുപാട് മീനിങ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന വർക്കുകളിൽ ഉള്ള സാധനങ്ങൾക്കെല്ലാം ഓരോ മീനിങ് ഉണ്ട്. ഇപ്പം ഞാൻ ഇഫ് ഐ ഗിവ് യു റൂബിക്സ് ക്യൂബ് അല്ലേ, പെർഫെക്റ്റ്ലി സെറ്റ് ചെയ്തൊരു റൂബിക്സ് ക്യൂബ് ഞാൻ അങ്ങോട്ട് തരുവാണ്, ആൻഡ് അത് കംപ്ലീറ്റ്ലി മെസ്സപ്പ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചിങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിന് വലിയൊരു അർത്ഥമുണ്ട്. അതിന് ഏതർത്ഥം വരെ നമുക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഈ റൂബിക്സ് ക്യൂബ് എൻ്റെ ജീവിതമായിരിക്കും, ഞാനത് അങ്ങോട്ട് തന്നു കഴിഞ്ഞിട്ട് അത് ഫുൾ താറുമാറാക്കിയിട്ട് എനിക്ക് തിരിച്ചു തരുക, ആൻഡ് അത് പിന്നെയും ഞാനിരുന്ന് സോൾവ് ചെയ്യണം. ഇതെല്ലാ മനുഷ്യൻ്റെ അവസ്ഥയാണ് അല്ലേ. ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ആൾക്കാർ ഈ പ്രോസസ്സിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതൊരു റൂബിക്സ് ക്യൂബിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് അന്ന് വീട്ടിൽ റുക്കു എന്ന് പറയുന്ന ആ കിളിയും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് റുക്കുവിനും എൻ്റെ കൂടെ വർക്ക് ചെയ്യാം. അതൊക്കെ വെച്ചിട്ട് ചെയ്തൊരു സബ്ജക്റ്റാണ് കൂടെന്ന് പറയുന്നത്. അന്ന് അതിൽ നിന്ന് ഉദ്ദേശിച്ചത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്റ്റേജിൻ്റെ വാതിൽക്ക് നിൽക്കുമ്പോൾ അപ്പം നമ്മുടെ അടുത്ത ടേൺ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യണം. അപ്പോൾ ആ തൊട്ട് മുന്നേ ഉണ്ടാകുന്നൊരു ഗുഡുഗുഡുണ്ടല്ലോ, അതൊരു അഡ്രിനാലിൻ റഷാണ്. പക്ഷെ അത്രയും നേരം പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ തോന്നും, പെട്ടെന്നൊരു കൈയൊക്കെ വിറച്ചു തുടങ്ങും. അപ്പോൾ ആ ഒരു റഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ നെർവസ്നെസ്. അത് കാണുന്ന ഒരാൾക്ക് കിട്ടണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ റുക്കുവിനെയും ആ കോഡിനെയൊക്കെ വെച്ചിട്ട് പഴയ ഫ്ലാഷ് ബാക്സ് എല്ലാം അതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത്. ആൻഡ് പ്ലസ് അതൊരു 1.5 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം. ഞാൻ ഇപ്പം ചെയ്യുന്ന ഒരുപാട് വർക്കുകളുടെ എല്ലാം തുടക്കം അതാണ്. കാരണം അത് വെച്ചിട്ട് ഞാൻ എനിക്കൊരു അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു ആഡ് ഉണ്ടായത് അപ്സ്റ്റോക്സിൻ്റെ. അപ്പം ഞാൻ അവരുടെ അടുത്ത് സാധനം കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്നിട്ട് ഞാൻ ഇതുണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾ എനിക്കൊരു ബഡ്ജറ്റ് തന്നെ എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റും. ഒരു സെൽഫ് മാർക്കറ്റിംഗ് അവിടെ നിന്നാണ് പിന്നെ വരുന്നത്. ബട്ട് ഇറ്റ് വാസ് വെരി പേഴ്സണൽ. ശരിക്കും അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു വർക്കാണ്, ഭയങ്കര ഒരു ബ്രില്യൻറ്റ് വർക്കാണ് ആ ഒരു കൂടെ എന്നുള്ളത്. താങ്ക് യു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഒരുപാട് ബഡ്ജറ്റും ഒരുപാട് റിസോഴ്സസും ഒന്നും ഇല്ലെങ്കിലും വളരെ മീനിങ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു സെൽഫ് പ്രൊമോഷൻ ചെയ്തു എന്നുള്ളത്, പക്ഷെ അത് ഭയങ്കര പേഴ്സണൽ ആണെന്നുള്ളത് അതെനിക്ക് തോന്നി. കാരണം ഒരുപാട് പേര് ഇപ്പോൾ D4 ഡാൻസിന് ശേഷവും പ്രണവ് അധികം കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ഒരു ഡാൻസിൻ്റെ മേഖലയിലേക്ക് വന്നില്ല, ഇൻഡിപെൻഡൻറ്റ് വർക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരു സെൽഫ് പ്രൊമോഷൻ അപ്പുറം മുമ്പേ ചോദിച്ച പോലെ തന്നെ ചില പേഴ്സണലി അത് എടുത്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയർ പേഴ്സണലി ബിൽഡ് ചെയ്താൽ മതി എന്ന് മാത്രം ഇങ്ങനെ ഒരു വിഷനോടുകൂടി പോകുന്ന ഒരാളാണല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരുപാട് ആൾക്കാർ തുടക്കത്തിലുണ്ടായിട്ടില്ല. എനിക്കെപ്പോഴും പ്രൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എനിക്ക് നന്നാവാൻ പറ്റും എന്നുള്ളൊരു, അതിപ്പം പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും എൻ്റെ ഷോർട്ട് കമ്മിങ്സ് എനിക്ക് മറികടക്കാൻ പറ്റും എന്ന് ഞാൻ അത് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഏതൊരു പ്രതിസന്ധിയിലും ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം അങ്ങനെ ചിന്തിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒരുപക്ഷെ അത് എൻ്റെ അപ്ബ്രിങ്ങിങ് ആയിരിക്കാം, എൻ്റെ അമ്മ അച്ഛൻ എന്നെ നോക്കി വളർത്തിയതിൻ്റെ ഗുണമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്തുണ്ട് ഐ ഹാഡ് എ ഗുഡ് സറൗണ്ടിങ്. ഒരുപാട് അണ്ടർഡോഗ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വളർന്നു വന്ന് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ കിട്ടുന്ന ഭയങ്കര ഭാഗ്യമാണ്. കാരണം ആ ഒരു ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് ലിവിങ് പ്രൂഫ് ഉണ്ട്, ഇവർക്ക് പറ്റുമെങ്കിൽ ഇത് എനിക്കും ആവാം എന്നുള്ളത്. ആൻഡ് ദാറ്റ് ടീച്ചേഴ്സ് എ ലോട്ട് ഓഫ് ഹ്യൂമിലിറ്റി. നമ്മൾ ഭയങ്കര അടിപൊളിയാണെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ പോലും യു ആക്ച്വലി റിമെമ്പർ ഹൗ പീപ്പിൾ ഗ്രോ ആൻഡ് ഫോൾ. അപ്പോൾ പേഴ്സണൽ ജേർണി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോയ്സ് ഇല്ലായിരുന്നു. ഇറ്റ് ഹാഡ് ടു ബി പേഴ്സണൽ, കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അത് എൻജോയ് ചെയ്ത് തുടങ്ങി ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ ഭയങ്കര ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് ആയി. ആരും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു വേൾഡിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് ചിലപ്പോൾ. ആസ് ആൻ ആർട്ടിസ്റ്റ് ആസ് മച്ച് ആസ് അത് നമ്മൾ സെർവ് ചെയ്യുന്ന അത്രയും അത് നമ്മളെ ഭയങ്കരമായിട്ട് ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു സമയം വന്നപ്പോൾ എനിക്കും തോന്നി ഞാൻ കുറച്ചുകൂടെ പുറത്തേക്ക് ഇറങ്ങി മറ്റു ആർട്ടിസ്റ്റുകളായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ പ്രോസസ്സ് മനസ്സിലാക്കി അവരുടെ ആർട്ടിൻ്റെ ഭാഗമായി. അപ്പം അങ്ങനെ കുറേ വർഷം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ പ്രോജക്റ്റിൽ ചീഫ് അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈവൻ മ്യൂസിക് വീഡിയോ, ഹിപ്പ് ഹോപ്പ് മ്യൂസിക് വീഡിയോയുടെ ലാംഗ്വേജ് പ്രാക്ടിക്കൽ ലെസൻസിൽ മലയാളത്തിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് എൻ്റെ സുഹൃത്തുണ്ട് മനു ഹസൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മാനിഷാദ് എന്ന് പറയുന്ന സ്റ്റുഡിയോ ഉണ്ട്. ആ ടീമിൽ നിന്നാണ് ഞാനത് ശരിക്കും ഇൻ പ്രാക്ടീസ് പഠിക്കുന്നത്. ഇപ്പോൾ ബല്ലാത്ത ജാതിയിൽ അദ്ദേഹം എൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റിൽ ഞാൻ ചീഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രോജക്റ്റിൽ അദ്ദേഹം ചീഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതിപ്പം ഡിറക്ഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ എഡിറ്റേഴ്സ് ആണെങ്കിലും ക്രൂവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് പഠിക്കാൻ കിട്ടും. സോ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് വരുന്നത് ഈ പറയുന്ന
ഒത്തൊരുമയിൽ നിന്ന് ആണ്. കാരണം ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഒറ്റയ്ക്ക് നീന്തി കിടക്കാൻ. പ്രത്യേകിച്ച് ഫിലിം മേക്കിങ്ങിൽ പാടാം. ഇറ്റ്സ് എൻ ഓൺസംബിൾ തിങ്. പേഴ്സണൽ ആവാം, പക്ഷേ അതിൽ മറ്റാൾക്കാരുടെ അനുഗ്രഹവും കൂട്ടും വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചു. അപ്പോൾ താങ്ക് യു സോ മച്ച് പ്രണവ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. Thank you for having me. Thank you so much. Okay, thank you so much.